Okay, Ashwath, we can start. Okay. Okay, ma'am. Okay. Yes. Then നമുക്ക് problem solving and C programming അല്ലേ? നിങ്ങൾ സ്പെസിഫിക് നോട്ട്സ് ഒന്നും അതാണ് ചെയ്യുന്നില്ല, ലെക്ചർ നോട്ട്സ് മാത്രമേ ഉള്ളൂ. മാഡം അങ്ങനെ ലെക്ചർ നോട്ട്സ് ഒന്നും തരാറില്ല. ഇല്ല. ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് അത് ആ ബോർഡിൽ എഴുതും, അത് നോക്കി അത്ര. ക്വസ്റ്റ്യൻസിനാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. എന്ന് വെച്ചാൽ C പ്രോഗ്രാമിംഗ് ചെയ്യിക്കുകയാണോ, അൽഗോരിതം? എന്തോ വേണം? അശ്വത്, ബിക്കോസ് ഹലോ. പ്രോഗ്രാമിങ്ങിനാണോ ഇമ്പോർട്ടൻസ് ആ കൊടുക്കുന്ന തിയറി, അല്ലാതെ? പ്രോഗ്രാമിങ്ങിനാ. ഓക്കെ ഓക്കെ ഓക്കെ. ബട്ട് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ കിടക്കുന്നത് ഇൻട്രഡക്ഷൻ ടു പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നതാണ് ആ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്. അതില് ആ നമ്മൾ ആ ആ പ്രോഗ്രാമിംഗ്, അതായത് ബേസിക്സ് നമ്മൾ ആ ഒരു ചാപ്റ്ററിലാണ് സ്റ്റഡി ചെയ്യുന്നത്. അതായത് എങ്ങനെയാണ് നമ്മൾ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുക, അതിന്റെ സ്യൂഡോ കോഡ് ആ എന്താണ്. സ്യൂഡോ കോഡ് എഴുതാറുണ്ടോ നിങ്ങൾ? സ്യൂഡോ കോഡ്സ് എഴുതാറുണ്ടോ? സ്യൂഡോ കോഡ് സ്യൂഡോ നമ്മൾ കോഡ്സ് എന്ന് വെച്ചാൽ എന്താ? അൽഗോരിതം പോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് ടെക്നിക്ക്. ഇപ്പൊ സ്റ്റാർട്ട്, എൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത്, വേരിയബിൾസിനെ ഡിഫൈൻ ചെയ്ത് നമ്മള് ഫ്ലോ ചാർട്ട് നിങ്ങൾ ചെയ്യാറുണ്ട്, ആ അൽഗോരിതം എഴുതാറുണ്ട്. മാഡം ബേസിക്സ് തൊട്ടൊന്ന് പഠിപ്പിക്കാവോ? ഓക്കെ ഷുവർ. ഞാനത് അശ്വത്തിന് എത്രമാത്രം കപ്പാസിറ്റി ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ കേട്ടോ. ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് നോർമൽ കേസിൽ പോയാൽ പോരെ, എല്ലാ ടോപ്പിക്സും മതി. പറഞ്ഞതിന്റെ അങ്ങ് എടുത്താൽ പോരെ. ഓക്കെ. ആ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിത് എൻ്റെ ഒരു പ്രീവിയസ് നോട്ട് കിടക്കുന്നതാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഇതായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊരു കാര്യം ചെയ്തു, ഓക്കെ. ജസ്റ്റ് ഞാനിത് കഴിഞ്ഞിട്ട് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് സാറിന് ഫോർവേഡ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ ഇത് യൂസ് ചെയ്തോളൂ, കുഴപ്പമില്ല. നോട്ട്സ് നോക്കാൻ കുഴപ്പമില്ല കേട്ടോ. ഓക്കെ. 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 അപ്പൊ ഇതില് ഈ ഫസ്റ്റ് നമ്മൾ അണ്ടർസ്റ്റുഡ് ചെയ്യേണ്ട ഒരു ടേം ഉണ്ട്, വാട്ട് ഈസ് പ്രോബ്ലം എന്നുള്ളത്. അതിൽ ഈ പ്രോബ്ലം എന്ന് പറയുന്ന ഒരു ടേമിൽ നിന്നാണ് നമുക്ക് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ടേമിലേക്ക് നമ്മൾ പറയുന്നത്. ശരിക്കും ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാം. ദാറ്റ് ഇസ് ഫസ്റ്റ് ടെക്നിക്. അതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. അത് നമ്മൾ കമ്പ്യൂട്ടേഷൻ യൂസ് ചെയ്യും. കമ്പ്യൂട്ടേഷൻ ദാറ്റ് ഇസ് എ ടെക്നിക്. മനസ്സിലായല്ലോ? ഒരു പ്രോബ്ലത്തിന് നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് കുറെ സിമ്പിൾസും അതെല്ലാം യൂസ് ചെയ്ത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തെടുക്കുക നമ്മൾ പറയില്ലേ. ഇപ്പൊ ഒരു കാൽക്കുലേറ്ററിൽ നമ്മൾ ചെയ്യുന്ന സാധനം കമ്പ്യൂട്ടേഷൻ ആണ്. ഇപ്പൊ ഒരു ഡിവൈസ് ആയിട്ടുള്ള നമ്മുടെ എന്താണ് സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുന്നത്, കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുന്നത് കമ്പ്യൂട്ടേഷൻ ആണ്. മനസ്സിലായല്ലോ? ഇങ്ങനെയുള്ള ഡിവൈസസിൽ നമ്മൾ പെർട്ടിക്കുലർ ആയിട്ട് വർക്ക് ഒരു പ്രോബ്ലത്തിനെ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുന്നു. ഇപ്പൊ സപ്പോസ് ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നമ്മൾ കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതാണേലും അത് കമ്പ്യൂട്ടേഷൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ സപ്പോസ് എക്സാമ്പിൾ ഏത് ഡിവൈസും പറയാം. ഇപ്പൊ നമുക്ക് കാൽക്കുലേറ്റർ പറയാം, അതിൽ നമ്മൾ കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഡിവൈസ് ആയിട്ടുള്ള ലാപ്പിൽ പറയാം, അല്ലെങ്കിൽ ഫോണിൽ പറയാം, ഇങ്ങനെ എന്ത് ഡിവൈസസ് ആണെങ്കിലും അതിനകത്ത് കമ്പ്യൂട്ടേഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ മെഷീൻ അല്ലെ. മെഷീൻ ഫോളോ ചെയ്യുന്ന കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അല്ലെ. നമ്മളിപ്പോ സപ്പോസ് നമ്മൾ പറയും ഇൻപുട്ട് കൊടുക്കുക എന്ന് പറയും, ഔട്ട്പുട്ട് എടുക്കുക എന്നൊക്കെ പറയാറുണ്ട്. വാട്ട് ഈസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്? യൂസർ ഡിഫൈൻ ചെയ്യുന്ന, അല്ലെ യൂസർ പ്രൊവൈഡ് ചെയ്യുന്ന ഡേറ്റയെയാണ് നമ്മൾ ഇൻപുട്ട് എന്ന് വിളിക്കാം. ആക്സസ് ചെയ്യുന്ന ഡേറ്റയെ നമ്മൾ അല്ലെ റിസൾട്ടന്റ് ഡേറ്റയെ നമ്മൾ ഔട്ട്പുട്ട് എന്നും പറയും അല്ലെ. അപ്പൊ കമ്പ്യൂട്ടർ എന്താണ്? ദാറ്റ്സ് എ ഡിവൈസ്, അല്ലെ ഒരു മെഷീൻ ആണ്. ആ മെഷീൻ ഫോളോ ചെയ്യുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. എന്താണ്? സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. യെസ്, ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇപ്പൊ സി പ്രോഗ്രാം എന്നല്ലേ നമ്മൾ പറയാ, അല്ലാതെ സി എന്ന് പറയുന്നത് മാത്രമല്ല, സി പ്രോഗ്രാം എന്നാണ് നമ്മൾ പറയാ. സി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? സി എന്ന് പറയുന്ന ഒരു സ്പെസിഫൈഡ് ലാംഗ്വേജ് ആണ്. ബിക്കോസ് അത് സെറ്റ് ചെയ്തിരിക്കുന്ന കുറെ ഇൻസ്ട്രക്ഷൻസ് കൊണ്ടാണ്, അല്ലെ കുറെ ഡേറ്റ കൊണ്ടാണ്, കീവേഡ്സുകൾ കൊണ്ടാണ്. അപ്പൊ അതിനെ നമ്മൾ സി പ്രോഗ്രാം എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ ആ സി പ്രോഗ്രാമിലെ പല കോഡ്സുകളും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്തെടുക്കുന്നത്. മനസ്സിലായല്ലോ? അങ്ങനെ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോഴാണ് ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് പ്രോഗ്രാം. ഓക്കെ, ക്ലിയർ? സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ സിംപ്ലി നമ്മൾ പറയുമ്പോൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയാം. ഓക്കെ, ഇനി ഒരു കാര്യം,
കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്ന ടേം നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ടേം എപ്പോഴും ഒരു ടാസ്ക് മാനേജ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ്. അതിൽ കമ്പ്യൂട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു ഡേറ്റ ഇപ്പൊ നമ്മൾ A+B ഈക്വൽ ടു എന്താണ് സി ഈക്വൽ ടു A+B എന്ന് കൊടുക്കുക. ബിക്കോസ് എക്ക് ഒരു സ്പെസിഫൈഡ് വാല്യൂ ഉണ്ട്, ഈക്വൽ ടു 10 കൊടുത്തു, ബി ഈക്വൽ ടു 15 നമ്മൾ അസൈൻ ചെയ്തു. എന്ന് വെച്ചാൽ സിയിലേക്ക് നമുക്ക് വരേണ്ട വാല്യൂ A+B ആണ്. ബിക്കോസ് അവിടെ വാല്യൂ എന്ത് വരും, അതിനെ രണ്ടിനെയും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ സിയിലേക്ക് സ്റ്റോർ ആവും. ആ സീനെ നമ്മൾ ആക്സസ് ചെയ്യും, അപ്പൊ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. ഇതൊരു കമ്പ്യൂട്ടേഷൻ മെത്തേഡാണ്, ഒരു കമ്പ്യൂട്ടിംഗ് ആണ് ശരിക്കും ഏറ്റവും സിംപ്ലി പറഞ്ഞാൽ. ഇത് നമ്മൾ കാൽക്കുലേറ്ററിൽ നമ്മൾ ഇതേ സിറ്റുവേഷൻ നമുക്ക് ഫോളോ ചെയ്യാം, ബട്ട് ഒരു പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് ഇത് നമുക്ക് സോൾവ് ചെയ്തെടുക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലെ. അതിനുവേണ്ടി നമ്മൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യും, മനസ്സിലായല്ലോ. ആ കമ്പ്യൂട്ടിംഗ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യും, ആ കമ്പ്യൂട്ടേഷൻ. ഇപ്പൊ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറെ റിസോൾവിങ് അല്ലെങ്കിൽ ഡേറ്റയെ സോൾവ് ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് ആയിട്ടാണ് കൂടുതൽ നമ്മൾ പ്രോഗ്രാമിംഗ് സൈഡ് യൂസ് ചെയ്യുക. ബിക്കോസ് നമ്മൾ സിംപ്ലി കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നത് നമുക്ക് ഒരു കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാം. ഈ സിംപ്ലി പ്രോഗ്രാം നമ്മൾ പഠിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോബ്ലത്തിനെ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യണം എന്നുള്ള ടെക്നിക്കുകളാണ് നമ്മൾ ഒരു പ്രോഗ്രാമിംഗിൽ സിമ്പിൾ പ്രോഗ്രാം പഠിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സിമ്പിൾ പ്രോഗ്രാം ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്കൊരു വലിയ ലാർജ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് പ്രോഗ്രാമിനെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ സിമ്പിൾ തൊട്ട് തുടങ്ങുന്നത്. അല്ലാതെ നമ്മളിപ്പോ ഫസ്റ്റ് നമുക്ക് ഒരു കോംപ്ലക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല, പറ്റും. ബട്ട് അത് എന്തുകൊണ്ടാണ് നമ്മൾ ആ സ്റ്റഡി ചെയ്യുന്ന ഒരു ലെവൽ ഓഫ് ഇതുണ്ടല്ലേ, നമ്മൾ ഡൂയിങ് ഉണ്ട്. ആ ഡൂയിങ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്ത് മനസ്സിലാവണമെങ്കിൽ എപ്പോഴും ഒരു വലിയ പ്രോഗ്രാം എടുത്ത് ആദ്യം ചെയ്യുകയല്ല ചെയ്യുന്നത്. സിമ്പിളി അതൊരു പ്രോഗ്രാം എടുത്തിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്തു, ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് വർക്ക് ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് ആ കമ്പ്യൂട്ടേഷൻ നമുക്ക് ഈസി ആയിട്ട്, നമ്മൾ കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നത് എപ്പോഴും ഇൻസ്ട്രക്ഷൻ ഡിവൈസിൽ, കമ്പ്യൂട്ടർ ഡിവൈസ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ എപ്പോഴും നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ പ്രോഗ്രാമിനെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. മറ്റേ ഡിവൈസസിൽ ഇപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളിപ്പോ 1+2 എന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 കിട്ടും. ഒരു കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് പറ്റും. പക്ഷെ നമ്മൾ അങ്ങനെ നമുക്ക് ഡയറക്റ്റ് വാല്യൂസ് ആഡ് ചെയ്തിട്ട് നമുക്ക് ആൻസർ എടുക്കാൻ പ്രോഗ്രാമിൽ പറ്റില്ല. അതിനുവേണ്ടി ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കേണ്ടി വരും, മനസ്സിലായല്ലോ. അതാണ് നമ്മൾ സാധാ ഡിവൈസും പ്രോഗ്രാം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഡിവൈസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ശരിക്കും ഈ സിമ്പിൾ പ്രോഗ്രാമിനെ ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ടാസ്കും അല്ലെ. നമ്മൾ എപ്പോഴും പ്രോഗ്രാംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, കോംപ്ലക്സ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്നതാവാം, അല്ലാതെയാവും. കോംപ്ലക്സ് പ്രോഗ്രാംസിനെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക, അതാണ് ഇതിന്റെ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്സുകൾ ഇൻവോൾവ് ചെയ്യുന്ന കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ദാറ്റ്സ് ഇൻവോൾവിംഗ് സ്റ്റെപ്പ് എന്ന് നമ്മൾ പറയും. നമുക്കിപ്പോ നമ്മുടെ മുമ്പിൽ ഒരു പ്രോബ്ലം വന്നു, നമ്മളിപ്പോ ഡെയിലി ലൈഫിൽ ഇപ്പൊ നമ്മുടെ ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യുന്നത്. നമുക്കിപ്പോ നമ്മുടെ ലൈഫിലേക്ക് ഒരു പ്രോബ്ലം വന്നാൽ നമ്മൾ അതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് നമ്മൾ ആലോചിച്ച് ചെയ്യും അല്ലെ. ചിലപ്പോൾ നമുക്ക് ആദ്യം കൺഫ്യൂഷൻ ഉണ്ടാവും, എങ്കിലും നമുക്കതിനെ ചെയ്യാനുള്ള ഒരു വഴി എപ്പോഴെങ്കിലും കിട്ടും അല്ലെ. അങ്ങനെ എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നത് അല്ലെ. ചില കേസിൽ നമുക്ക് പ്രോബ്ലം വരും, ബിക്കോസ് അതിനെ സോൾവ് ചെയ്യുന്ന സിറ്റുവേഷൻ എത്തിയല്ല, എങ്കിലും നമുക്ക് കുറെ സ്ട്രെസ് ഒക്കെ എടുത്ത് നമുക്കത് അവസാനം നമുക്കത് സോൾവ് ചെയ്യുന്ന ഒരു ഐഡിയ എപ്പോഴും നമ്മളത് കണ്ടുപിടിക്കാറുണ്ട്. ഇതേ സിറ്റുവേഷൻ ആണ് നമ്മളൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുമ്പോഴും. ആദ്യം അതെന്താണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ദാറ്റ് ഇസ് എ ഡിഫൈൻ ദ പ്രോബ്ലം. ഫസ്റ്റ് നമ്മൾ ഡിഫൈൻ ദ പ്രോബ്ലം എന്ന് പറയും. ഓക്കെ, അതിനെ നമുക്ക് ചെയ്യാൻ വേണ്ടി ഒരു മാത്തമാറ്റിക്കൽ മോഡലിനെ ഫോർമുലേറ്റ് ചെയ്തെടുക്കുക. ഒരു മാത്തമാറ്റിക്കൽ മോഡലിനെ ഫോർമുലേറ്റ് ചെയ്തെടുക്കാം. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കമ്പ്യൂട്ടിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരു കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഡേറ്റയുടെ കാൽക്കുലേഷൻസ് അങ്ങനെയുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഫോർമുലേറ്റ് ചെയ്യാം. പിന്നെ തേർഡ് വൺ ഈസ് ഡെവലപ്പ് ആൻ അൽഗോരിതം ഡെവലപ്പ് ചെയ്യുക. നമ്മളിപ്പോ സിംപ്ലി പറയുവാണെങ്കിൽ നമുക്ക് അൽഗോരിതം എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത് നമുക്കറിയാം അല്ലെ. ദാറ്റ്സ് എ ഒരു കണ്ടിന്യൂസ് സ്റ്റെപ്പ് ആണ്. ആ കണ്ടിന്യൂസ് സ്റ്റെപ്പിൽ നമ്മൾ സ്റ്റാർട്ട് തൊട്ട് ഒരു പ്രോബ്ലം നമ്മുടെ കയ്യിൽ വന്നാൽ ആ പ്രോബ്ലത്തിനെ അനാലിസിസ് ചെയ്ത് അതിൽ എന്തൊക്കെ ഇൻപുട്ട് കൊടുക്കണം, എന്തൊക്കെ ഔട്ട്പുട്ട് കൊടുക്കണം, എന്തൊക്കെ ഓപ്പറേഷൻസ് കൊടുക്കണം, അതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് എത്തുന്ന വരെയുള്ള ഒരു സ്റ്റെപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസിന്റെ ഒരു ഇതിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് വിളിക്കുക. അതിലെപ്പോഴും ഒരു മാത്തമാറ്റിക്കൽ, ഇപ്പൊ നമുക്ക് 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ പറയുകയാണെന്ന് വിചാരിക്കാം. ബിക്കോസ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, സ്റ്റാർട്ട് കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇൻപുട്ട് നമ്പർ 1 കൊടുക്കണം, ഇൻപുട്ട് നമ്പർ 2 കൊടുക്കാം. ദെൻ റിസൾട്ട് അല്ലെ സം കാൽക്കുലേറ്റ് ചെയ്യാം, കാൽക്കുലേറ്റ് ദ സം അല്ലെ. ദെൻ ലാസ്റ്റ് റിസൾട്ട് കൊടുക്കും, കിട്ടും നമുക്ക്. ദെൻ ലാസ്റ്റ് എൻഡ് ചെയ്യാം. ഇത്രയാണ് അതിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ ഒരു
അൽഗോരിതം നമ്മൾ ഡെവലപ്പ് ചെയ്യും. ക്ലിയർ ചെയ്തല്ലോ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ആ ഡെവലപ്പ് ചെയ്യുന്ന അൽഗോരിതം കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു മാത്തമാറ്റിക്കൽ കേസിലെ നമ്മൾ അത് അൽഗോരിതം കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അൽഗോരിതത്തിന് എപ്പോഴും സ്റ്റെപ്സ് ഉണ്ടാവും, അതിന്റെ സോൾവിങ് എന്നുവെച്ചാൽ അത് സോൾവ് ചെയ്തെടുക്കുന്ന മെത്തേഡ്സുകൾ ഉണ്ടാവും, ലാസ്റ്റ് റിസൾട്ട് ഉണ്ടാവും. മനസ്സിലായല്ലോ. ഒരു പ്രോബ്ലം എങ്ങനെ ഏത് പ്രോബ്ലം ആയിക്കോട്ടെ അത് സോൾവ് ചെയ്ത് ലാസ്റ്റ് റിസൾട്ട് ഉണ്ടാവും. ദാറ്റ് ഈസ് എ ഡിഫറൻസ്. ഇനി ദ കോഡ് ഫോർ പ്രോബ്ലം. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ അൽഗോരിതം ഡെവലപ്പ് ചെയ്താൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോഡ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ആ പ്രോബ്ലം ചെയ്യാനുള്ള കോഡ് നമ്മൾ ജനറേറ്റ് ചെയ്യുക. അതാണ് സിമ്പിൾ എക്സാമ്പിൾ. ഓക്കെ. ലാസ്റ്റ്ലി നമ്മളിപ്പോ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ പ്രോഗ്രാം എഴുതി പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ്ലി റൺ ചെയ്യും. റൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ കമ്പൈലേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ അല്ലെ അവിടെ നടക്കും. ദെൻ അവിടെ കൺവേർട്ട് അവർ ടെസ്റ്റ് ദ പ്രോഗ്രാം. ടെസ്റ്റ് കോമൺലി നമ്മൾ അതിനെ ടെസ്റ്റ് പ്രോഗ്രാം ടെസ്റ്റിംഗ് എന്ന് പറയും. പ്രോഗ്രാം ടെസ്റ്റ് ചെയ്യും അല്ലെ, കമ്പൈലേഷൻ അല്ലെ എറേഴ്സ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് ലാസ്റ്റ് ഔട്ട്പുട്ട് ഇടും. ഇത്രയും സ്റ്റെപ്പിന് നമ്മൾ കമ്പൈലേഷൻ ഇന്റർപ്രിട്ടേഷനെ നമ്മൾ ഒന്നിച്ചൊരു ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഇങ്ങനെയാണ് ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാനുള്ള ടെക്നിക്കുകൾ. അപ്പൊ എന്തൊക്കെയാ ടെക്നിക്കാ? ഡിഫൈൻ ദ പ്രോബ്ലം. ഫസ്റ്റ് പ്രോബ്ലം ഡിഫൈൻ ചെയ്യുക, പിന്നെ മാത്തമാറ്റിക്കൽ മോഡൽസ് കൊണ്ട് അതിനെ ഫോർമുലേറ്റ് ചെയ്തെടുക്കുക, പിന്നെ അൽഗോരിതം ഡെവലപ്പ് ചെയ്യുക, കോഡ് ഫോർ ദ പ്രോബ്ലം കോഡിംഗ് ഉണ്ടാക്കുക, പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കോഡ് റൈറ്റ് ചെയ്യുക, ദെൻ ടെസ്റ്റ് ദ പ്രോബ്ലം. ഓക്കെ. ദെൻ നെക്സ്റ്റ് കേസിൽ പ്രോബ്ലം ഡെഫിനിഷൻ. എന്താണ് ഈ പ്രോബ്ലം ഡെഫിനിഷൻ? ഡിഫൈൻ ദ പ്രോബ്ലം. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ടു, ഡിഫൈൻ ദ പ്രോബ്ലം. അതാണ് പ്രോബ്ലം ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇതിൽ സിമ്പിൾ പറഞ്ഞ ഒരു പ്രോബ്ലത്തിന് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഒരു ക്ലിയർ ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ അത് പറയാം. ഇപ്പൊ നമ്മൾ സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മളൊരു പ്രോഗ്രാം നമ്മളോട് ചെയ്യാൻ പറഞ്ഞാൽ, ക്വസ്റ്റ്യൻ ഇല്ലാതെ പറഞ്ഞിട്ട് നമ്മളോട് പറയുവാണ്, ഓക്കെ ഒരു പ്രോഗ്രാം നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അതിനകത്ത്? ഇല്ല. നോ ഐഡിയ. ആ സ്റ്റേറ്റ്മെന്റിൽ ഒരു ക്ലാരിറ്റി ഇല്ല അല്ലെ, ഒരു ക്ലിയർനെസ് ഇല്ല. ബിക്കോസ് അവിടെ എന്ത് ചെയ്യും, അവിടെ നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടണം. ആ സെന്റൻസിൽ നമുക്ക് മനസ്സിലാവണം അത് എന്താണെന്നുള്ളത് അല്ലെ. അപ്പൊ അതിന് നമ്മൾ പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ഇപ്പൊ നിങ്ങളോട് ലാബിൽ കയറി ഇരുന്നിട്ട് ഓക്കെ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് തരും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് തന്നിട്ട് നമ്മൾ പറയും ഓക്കെ ഈ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തു. അപ്പൊ അവിടെ വ്യക്തമായിട്ട് ആ പ്രോഗ്രാം എന്താണെന്ന് നമുക്ക് ആ സെന്റൻസിൽ നിന്നും കിട്ടും അല്ലെ, ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് കിട്ടും. ഇപ്പൊ ആഡ് 2 numbers, ദാറ്റ്സ് എ സെന്റൻസ് അല്ലെ. ആഡ് 2 numbers പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം നമുക്ക് തരുക, ദാറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് അല്ലെ. ആ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, എന്ന് വെച്ചാൽ 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യാനാണെന്ന് എനിക്ക് മനസ്സിലാവും. അതാണ് ഡിഫൈൻ ദ പ്രോബ്ലം. മനസ്സിലായല്ലോ. എന്ത് കാര്യവും ചുമ്മാ വെച്ചിട്ട് നമുക്ക് ഒരു പ്രോബ്ലം ഡിഫൈനിങ് ആണെന്ന് പറയാൻ പറ്റില്ല. അതിൽ ക്ലാരിറ്റി ഉണ്ടാവണം, ക്ലിയർ ആയിരിക്കണം. ഓക്കെ. അതെന്ത് അപ്പൊ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയാൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ പറയും പ്രോബ്ലം ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് അതിന് എന്ത് ഇൻപുട്ട് കൊടുക്കണം എന്ത് ഔട്ട്പുട്ട് കൊടുക്കണം എന്ന് നമുക്ക് കിട്ടത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ. നമ്മൾ പറയുവാണെങ്കിൽ ഔട്ട്പുട്ട് എന്ത്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടുവാണ് ടു ഫൈൻഡ് ദ ആവറേജ് ഓഫ് 2 numbers. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുക. ഇപ്പോ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം 2 നമ്പേഴ്സിന്റെ ആവറേജ് എടുക്കാനാണ്. എന്ന് വെച്ചാൽ 2 numbers അവിടെ വേണം അല്ലെ. അപ്പൊ ഇൻപുട്ട് എന്ത് കൊടുക്കണം, നമ്മള് 2 numbers കൊടുക്കണം. ഓക്കെ. ആവറേജ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ആ നമ്പേഴ്സിനെ ആഡ് ചെയ്യണം, സം എടുക്കണം ആദ്യം, എങ്കിലേ ആവറേജ് എടുക്കാൻ പറ്റൂ അല്ലെ. പിന്നെ നമുക്ക് സം എടുക്കണം. അപ്പൊ ഇൻപുട്ട് നമ്മൾ സമ്മും കൂടെ കൊടുക്കണം. പിന്നെ സം എടുക്കാനുള്ള സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കണം. ഓക്കെ. പിന്നെ എന്ത് ചെയ്യണം, സം കണ്ടിട്ട് അതിനെ വീണ്ടും ആവറേജ് എടുക്കും. ഇതാണല്ലോ സംഭവം. ഓക്കെ. അപ്പൊ ഇത്രയും ഇൻപുട്ട് കൊടുക്കണം എന്നുള്ള ഒരു കാര്യം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ആ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് കിട്ടുന്നത്. യെസ്, ദാറ്റ് ഇസ് എ പ്രോബ്ലം ഡിഫൈനിങ്. അതാണ് പ്രോബ്ലം ഡിഫൈനിങ് എന്ന്. ഇനി ഇത് കൊടുത്താൽ എന്ത് ഔട്ട്പുട്ട് എന്നുള്ള കേസ് നമ്മൾ ഇമാജിൻ ചെയ്യണം. നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, എന്താണ് ഇൻപുട്ട് എന്താണ് ഔട്ട്പുട്ട്. നമ്മളാണ് ചെയ്യുന്നത്, ഇത് രണ്ടും ചെയ്യുന്നത്, കൊടുക്കുന്നത് നമ്മളാണ്, ഒരു യൂസറാണ്. അത് അതിന്റെ റിസൾട്ട് ആക്സസ് ചെയ്ത് കാണുന്നതും നമ്മൾ തന്നെയാണ്. അപ്പൊ ശരിക്കും നമ്മുടെ ഡ്യുവൽ ആക്ടിങ് ആണ് അവിടെ. ശരിക്കും നമുക്കത് 2 രീതിയിൽ അവിടെ നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യണം അല്ലെ. ഒന്ന് നമ്മൾ ആ പ്രോഗ്രാം സെറ്റ് ചെയ്യണം, നമ്മളൊരു പ്രോഗ്രാമർ ആണ്, അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് നമ്മളാണ് വിഷ്വലൈസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ രീതിയിലും ആ പ്രോഗ്രാം നമുക്ക് ക്ലിയർ ആയിരിക്കണം. അത് വേറൊരു യൂസർ വന്നിട്ട് നോക്കുമ്പോഴും അതിൽ എന്താണ് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് മാത്രം മനസ്സിലാവുന്ന രീതിയിൽ ഒരിക്കലും ഒരു പ്രോഗ്രാം എഴുതാനോ അല്ലെങ്കിൽ ചെയ്യാനോ പാടില്ല.
ക്ലിയർ ആണല്ലോ. അതുകൊണ്ടാണ് ഓക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ എപ്പോഴും വ്യക്തമായിട്ടുള്ള ഒരു നമ്മള് സ്ട്രിങ് ഇപ്പൊ സി ചെയ്താലും എന്ത് ചെയ്താലും ക്ലിയർ സെന്റൻസസും ക്ലാരിറ്റി ഉള്ള സെന്റൻസസ് നമ്മൾ എപ്പോഴും കൊടുക്കുള്ളൂ. എൻഡ് ഓഫ് ദ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മള് പ്രിന്റ്എഫില് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, അവിടെ ചുമ്മാ നമ്മൾ ഒന്നും കൊടുക്കുന്നില്ല, പ്രിന്റ്എഫ് കൊടുത്തിട്ട് ഡബിൾ കോഡ്സ് വെറുതെ ഇട്ടിട്ട് നമുക്കറിയാലോ എന്നാ നമുക്കത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ ഡബിൾ കോഡ്സ് ഇട്ടിട്ട് സ്കാൻ ഓഫ് ആ വേരിയബിളിനും കൊടുത്ത് ആംപർസാൻഡ് എ ഒക്കെ കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്താൽ നമുക്ക് എന്തായിരിക്കും ഔട്ട്പുട്ട് റൺ ചെയ്യുന്ന സമയത്ത് വരിക? ഒരു സ്റ്റേറ്റ്മെന്റ് പോലും വരില്ല. പക്ഷെ നമ്മൾ പറയും, ഓ എനിക്ക് വാല്യൂ ഇട്ട് കൊടുക്കണം ഒരു സാധനം ഞാൻ കൊടുത്തിട്ടുണ്ട്, ഓക്കെ ഇനി ഞാൻ വാല്യൂ ഇൻപുട്ട് ചെയ്തു, സെക്കൻഡ്ലി ഞാൻ അടുത്ത ബിക്ക് വേണ്ടിയുള്ള ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്തു, ഓക്കെ ലാസ്റ്റ് റിസൾട്ടും എനിക്ക് അവിടെ വന്നു. പക്ഷേ വേറൊരു യൂസർ ഈ പ്രോഗ്രാം വന്ന് റൺ ചെയ്യുകയാണ്, അയാൾക്ക് എന്ത് മനസ്സിലാവും? അയാൾക്ക് എന്താണ് ആ കോഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്? ഒന്നും മനസ്സിലാവത്തില്ല അല്ലെ? ഒരു ക്ലാരിറ്റി ഇല്ല പ്രോഗ്രാമിന്. അതുകൊണ്ട് തന്നെ അതൊരു പക്ക ഒരു പ്രോബ്ലം ആണെന്ന്, അല്ലെങ്കിൽ നമ്മുടെ ബിഡൻ ഇതിൽ പറയുമ്പോൾ ആ പ്രോബ്ലം കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഡിഫൈൻ ചെയ്തിരിക്കുന്ന കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ഫസ്റ്റ് മെത്തേഡ്. ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മളൊരു പ്രോഗ്രാം സെറ്റ് ചെയ്യുമ്പോൾ, കോഡ് സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു അതർ യൂസർ ആണെന്നുള്ള രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പാടുള്ളൂ അതിന്. എന്ന് വെച്ചാൽ നമ്മൾ വേറൊരു യൂസറാണ്, വേറൊരു യൂസർ വന്നിട്ട് നമ്മൾ ആ പ്രോഗ്രാമിനെ നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ആ ഒരു രീതിയിലെ പ്രോഗ്രാം ചെയ്തുള്ളൂ. പല കുട്ടികളും നമ്മൾ ചെയ്യുന്ന കണ്ടിട്ട് കോഡ് അങ്ങ് കുറച്ചിട്ട് എന്ത് ചെയ്യും, അതിനൊരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലാണ് പ്രോഗ്രാം ചെയ്യുന്നത്. പക്ഷെ എപ്പോഴും ഒരു ക്ലാരിറ്റി ഉള്ള സാധനമാണ് എന്ത് പ്രോഗ്രാം. ക്ലിയർ ആയല്ലോ? അതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം. നമ്മൾ കോഡ് കുറയ്ക്കാനൊന്നും അല്ല ശ്രമിക്കേണ്ട, അവിടെ കോഡ് പക്ക ആയിരിക്കണം. ഇപ്പൊ എനിക്ക് എന്റെ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ തന്നെ എനിക്ക് അറിയാതോ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനാ, അപ്പൊ ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കും. സെക്കൻഡ്ലി എന്റെ സെക്കൻഡ് നമ്പർ, ഓക്കെ നമ്മൾ സെക്കൻഡ് നമ്പർ എൻ്റർ ചെയ്തു. സം ഈസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റോട് കൂടി ആ റിസൾട്ടും കിട്ടുന്നു. അതൊരു പക്ക ഒരു പ്രോബ്ലം ആണ് അല്ലെ? അപ്പൊ അത് എക്സാക്ട്ലി അതൊരു പ്രോബ്ലം ആണെന്ന് നമുക്ക്, അല്ലെങ്കിൽ ആ കറക്റ്റ് വേയിലാണ് അത് നമ്മൾ ചെയ്തിരിക്കുന്നത് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റും. ഇതാണ് ഒരു പ്രോബ്ലം ഡിഫൈനിങ്. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ ചെയ്തത് പ്രോബ്ലം ഡിഫൈനിങ് അല്ല. പ്രോബ്ലം ഡിഫൈനിങ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ക്ലിയർ ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് പ്രൊവൈഡ്. അത് പ്രോബ്ലം ഡിഫൈനിങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിരിക്കണം. അതാണ് ഒരു ഡിഫൈൻ ദ പ്രോബ്ലം എന്ന് ഉദ്ദേശിക്കുന്നത്. ഫുൾ നോളജ് അബൌട്ട് ദ പ്രോബ്ലം ഇസ് നീഡഡ്. ഓക്കെ, ആ പ്രോബ്ലമിന് എന്തൊക്കെ ആവശ്യമുണ്ട്, എന്തൊക്കെ നോളജ് വേണം, എന്തൊക്കെ കാര്യങ്ങൾ വേണം, അതൊക്കെ നമ്മൾ കൊടുക്കുന്നതായിരിക്കണം. ടു ഫൈൻഡ് എക്സാക്ട്ലി ആ സ്റ്റേറ്റ്മെന്റ് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്റെ ടു നമ്പർ എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ തരുക, നമ്മൾ എന്റെ ടു നമ്പേഴ്സ്, പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ക്ലാരിറ്റി ഇല്ല സ്റ്റേറ്റ്മെന്റ്, ബിക്കോസ് നോട്ട് ഡിഫൈനിങ് ദ പ്രോബ്ലം അല്ലെ? നമുക്കത് എന്താണ്, എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, ഒരു ഐഡിയ ഇല്ല. രണ്ട് നമ്പറിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു, ഓക്കെ അതിനുശേഷം എന്ത് ചെയ്യണം, അതിനൊരു ക്ലാരിറ്റി ഇല്ല. അപ്പൊ നോട്ട് എ എക്സാക്ട് പ്രോബ്ലം അല്ലെ, ക്ലിയർ പ്രോബ്ലം. ഓക്കെ, അപ്പൊ അതാണ് കോൺസെപ്റ്റ്. ക്ലിയർ ആണല്ലോ? ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്ന ഫോർമുലേറ്റ് മാത്തമാറ്റിക്കൽ പ്രോബ്ലം. എങ്ങനെയാണ് മാത്തമാറ്റിക്കൽ പ്രോബ്ലം നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്? ഇപ്പൊ നമുക്ക് ആവറേജ് കാണാൻ പറഞ്ഞാൽ നമ്മൾ നമ്പർ 1 + നമ്പർ 2 ഡിവൈഡഡ് ബൈ 2 ചെയ്യും അല്ലെ? അല്ലെങ്കിൽ നമ്മൾ സം എടുക്കും ആദ്യം, സം ഈക്വൽ ടു നമ്പർ 1 + നമ്പർ 2, എന്നിട്ട് സമ്മിനെ ബൈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തെടുക്കും. അപ്പൊ ആവറേജ് കിട്ടും നമുക്ക്. അതൊരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം, ഒരു ടെക്നിക്കൽ അതൊരു ഫോർമുലയാണ്. ആ ഫോർമുലയിൽ എന്താ ചെയ്യുന്നത്, നമ്മള് ഒരു മാത്തമാറ്റിക്കൽ യെസ് പ്രോബ്ലത്തിനെ നമ്മൾ സോൾവ് ചെയ്യാം. ഇത് നമ്മൾ പല രീതിയിൽ ഒരു എന്താണ് നമ്മുടെ പ്രോഗ്രാമുകളിൽ വരാം. ഓക്കെ, അത് പല രീതി. ഇപ്പൊ നമ്മൾ ആവറേജ് എടുക്കുന്ന കേസ്, സം കാണാം, അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ചെയ്യുന്ന കേസ്. ഇപ്പൊ എനിക്ക് ഒരു 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, മോഡുലോ എടുക്കണം, എക്സ്പോണന്റ് എടുക്കണം, ഇങ്ങനെ പറഞ്ഞ കുറെ ഓപ്പറേഷൻസ് ഉണ്ട്. ഈ ഓപ്പറേഷൻസ് എല്ലാം എനിക്ക് 2 നമ്പേഴ്സ് യൂസ് ചെയ്ത് ചെയ്യണം. എനിക്ക് ഇവിടെയൊക്കെ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടി വരും അല്ലെ? ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടി വരും. ഇതാണ് മാത്തമാറ്റിക്കൽ ഫോർമുലേറ്റ് മാത്തമാറ്റിക്കൽ. അതായത് നമ്മുടെ പ്രോബ്ലത്തിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും മാത്തമാറ്റിക്കൽ പ്രോബ്ലം അല്ലെങ്കിൽ ഫോർമുല ഉണ്ടെങ്കിൽ അതിനെ ഫോർമുലേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? അതാണ് ഫോർമുലേറ്റ് മാത്തമാറ്റിക്കൽ പ്രോബ്ലം. ഓക്കെ, ക്ലിയർ? ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ 1 ഉണ്ട്, ഡേറ്റ 2 ഉണ്ട്. ഇതിന് രണ്ടിന്റെയും കൂടെ ഇതിപ്പോ ആവറേജ് കാണുന്ന അതേ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നതാണ്. ഈ ഡേറ്റ 1 എന്ന് പറഞ്ഞ ഒരു നമ്പർ ആണ് ഉദ്ദേശിക്കുന്നത്. ഡേറ്റ 2 എന്ന് പറഞ്ഞ സെക്കൻഡ് നമ്പർ ആണ്. ഡേറ്റ 1 + ഡേറ്റ 2 ഡിവൈഡഡ് ബൈ 2 ആണ് ആവറേജ്. ബിക്കോസ് ആവറേജ് എടുക്കാൻ വേണ്ടി നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല യൂസ് ചെയ്തു. അതാണ് മാത്തമാറ്റിക്കൽ പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി തേർഡ് ഡെവലപ്പ് ആൻ അൽഗോരിതം. അൽഗോരിതം ഡെവലപ്മെന്റ്സ് ആണ്. ഈ അൽഗോരിതം ഡെവലപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ അൽഗോരിതം നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? ഈ അൽഗോരിതം എപ്പോഴും സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ടാവും അൽഗോരിതത്തിന്. ഇപ്പൊ സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ പറയാം. ഇപ്പൊ ആദ്യം ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കാം. സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ടാവും.
അതുപോലെ ഒരു പ്രിസൈസ് പ്രോബ്ലത്തിന്റെ ഒരു പ്ലാനിങ് ഒരു ഇതുണ്ടാവും. പ്രോബ്ലം എപ്പോഴും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന എങ്ങനെയാന്ന് A to Z അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, പറയണം, കറക്റ്റ് എക്സാക്ട്ലി പറയണം, ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ. ദെൻ അതുപോലെ അൽഗോരിതം ക്യാൻ ബി ഫ്ലോ ചാർട്ടഡ് ഓർ സ്യൂഡോ കോഡ്. ഇതിന് വേണ്ടി രണ്ട് കേസസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് ഫ്ലോ ചാർട്ടും, രണ്ട് സ്യൂഡോ കോഡ്. ഓക്കെ. അപ്പൊ ഈ അൽഗോരിതം സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കും. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രോബ്ലം ഇതാണ്, ടു ഫൈൻഡ് ദ ആവറേജ് ഓഫ് ടു നമ്പേഴ്സ്. ഇതല്ലായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ ഇതൊരു പ്രോബ്ലം ഡെഫിനിഷൻ ആണ്. നമ്മൾ അൽഗോരിതം എഴുതുവതിന്റെ. അപ്പൊ അൽഗോരിതം എഴുതാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സെറ്റ് ദ സം ഓഫ് ഡേറ്റ വാല്യൂ ടു 0. ഓക്കെ. സം ഓഫ് ദ ഡേറ്റ വാല്യൂ ടു 0 എന്ന് വെച്ചാൽ സമ്മിന് നമ്മൾ 0 എന്ന് പറയുന്ന ഒരു ഡേറ്റ വാല്യൂ അസൈൻ ചെയ്യുക. നമുക്ക് ഇഷ്ടം നമ്മളത് 0 തന്നെ കൊടുക്കണമെന്ന് എപ്പോഴും ഉണ്ടോ? ഉണ്ട്. സമ്മിന് എപ്പോഴും 0 കൊടുക്കണം. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഇപ്പൊ നമ്മള് ഇപ്പോ സപ്പോസ് നമുക്ക് A എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്, B എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. അപ്പൊ ഇത് മെമ്മറിയിലേക്ക് ഫസ്റ്റ് ഞാൻ ഡിഫൈൻ ചെയ്യാണ്. A എന്ന് പറയുന്ന ഇൻപുട്ട് എന്റർ ദ ഫസ്റ്റ് നമ്പർ. അപ്പൊ ഞാൻ അതിന് സ്കാൻഎഫ് കൊടുത്തു, ആംപർസാൻഡ് A ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ മെമ്മറിയിലേക്ക് A എന്ന് പറയുന്ന ഒരു നമ്പർ അവിടെ സെറ്റ് ആവും. മെമ്മറിയിൽ അലോക്കേഷൻ നടക്കും. A എന്ന് പറയുന്ന ഒരു വേരിയബിൾ അവിടെ ഹോൾഡ് ചെയ്യപ്പെടും. ആ ഹോൾഡ് ചെയ്യുന്നതിനകത്ത് നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഒരു വാല്യൂ പോകും. A എന്ന് പറയുന്നതിനകത്തേക്ക് ഒരു വേരിയബിൾ ആണത്. ആ വേരിയബിളിലേക്ക് ഒരു വാല്യൂ പോകും. സെക്കൻഡ് കേസ് എന്റെ സെക്കൻഡ് നമ്പർ കൊടുത്തു, B ആണെന്ന് വിചാരിച്ചോ, എന്റെ സെക്കൻഡ് നമ്പർ. അപ്പൊ മെമ്മറിയിൽ സെക്കൻഡ് നമ്പർ എൻ്റർ ആവും. B നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ എക്സാക്ട് വാല്യൂ നമ്മൾ മെമ്മറിയിലേക്ക് ഹോൾഡ് ചെയ്യും. ഇനി നമ്മളവിടെ മൂന്നാമത് കൊടുത്തിരിക്കുന്നത്, അല്ല തേർഡ് വേരിയബിൾ, ദാറ്റ് ഈസ് സം കാണാനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, സം ഈക്വൽ ടു A പ്ലസ് B. ഓക്കെ. അപ്പൊ നമ്മൾ ഇനീഷ്യലൈസേഷൻ ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്, അറിയാലോ. ഇന്റ് A, B, സം ഈക്വൽ ടു 0 എന്ന് നമ്മൾ കൊടുക്കാറുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ, സം ഈക്വൽ ടു 0 എന്ന് അസൈൻ ചെയ്തിരുന്ന കണ്ടിട്ടുണ്ടല്ലോ. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സമ്മിന്റെ വാല്യൂ നമ്മളൊരു 0 ആക്കി സെറ്റ് ചെയ്തിരുന്നതാണ്. അതായത് രണ്ട് നമ്പറിന് ഇപ്പൊ ആദ്യം ഇനീഷ്യൽ കേസിൽ ആ സമ്മിന് അവിടെ ഒരു വാല്യൂ ഇല്ല. മനസ്സിലായല്ലോ? എപ്പോഴാ ഈ വാല്യൂ വരുന്നതെന്ന് അറിയാമോ? എയും ബിയും കൂടെ ആഡ് ചെയ്യും. ഓക്കെ. കൊച്ചിനെയാണ് വിളിക്കുന്നത്. അപ്പോ ഇവിടെ എന്താ പറഞ്ഞേ, ഒരു എക്സാക്ട് ഡേറ്റ അല്ലെങ്കിൽ സം ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സമ്മിന് അവിടെ വാല്യൂ ഒന്നും കൊടുത്തില്ലെങ്കിൽ അവിടെ ഒരു ഡേറ്റ അലോക്കേഷൻ നടക്കില്ല. സമ്മിന് വാല്യൂ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, മെമ്മറിയിൽ ഒരു സ്പേസ് അലോക്കേഷൻ കൊടുക്കുക എന്നാണ് അവിടെ അർത്ഥം. മനസ്സിലായോ? സം എന്ന് പറയുന്നത് വെറുതെ ഒരു വേരിയബിൾ ആയിട്ട് അവിടെ നിന്നാൽ പോരാ, ആ സമ്മിലേക്ക് നമ്മൾ പിന്നീട് വാല്യൂ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അല്ലെ? ആ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഒരു അലോക്കേഷൻ നമ്മൾ മുമ്പേ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഒരു സ്പേസ് ഇട്ട് നമ്മൾ വെക്കുന്നു, അവിടെ അങ്ങനെ ഒരു സ്ഥലം വേണം എന്ന് മെമ്മറിയോട് പറയുന്നു, അത്രേ ഉള്ളൂ. അതിന് നമ്മൾ 1 കൊടുക്കരുത്. കാരണം നമ്മൾ അഡീഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ആഡിങ് പ്രോസസ്സിൽ എപ്പോഴും 0 കൊടുക്കാൻ പാടുള്ളൂ. ആഡിങ് പ്രോസസ്സിൽ 0 കൊടുക്കാന്ന് പറഞ്ഞാൽ 0 കൊടുത്താൽ നമുക്ക് അഡീഷൻ ചെയ്യുമ്പോൾ എക്സാക്ട് ആൻസർ കിട്ടത്തുള്ളൂ. ഇപ്പൊ എക്ക് ഞാൻ 15 കൊടുത്തു, ബിക്ക് ഞാൻ 20 കൊടുത്തു. 20 പ്ലസ് 15 അല്ലെ 35 അവിടെ ആൻസർ ചെയ്ത് വരും എനിക്ക്. അപ്പൊ ഞാൻ അവിടെ ആ സ്ഥാനത്ത് സം ഈക്വൽ ടു 1 എന്ന് കൊടുത്താൽ എന്താ അവിടെ സംഭവിക്കുന്നത്, 25 പ്ലസ് 1 കൂടെ ചെയ്യും. അപ്പൊ 26 വരും. അപ്പൊ എക്സാക്ട് ആൻസർ അല്ല, അപ്പൊ അത് കറക്റ്റ് അല്ലായിരിക്കും. അതുകൊണ്ടാണ് സം ചെയ്യുമ്പോൾ ഇപ്പൊ മൾട്ടിപ്ലിക്കേഷൻ സ്ഥാനത്ത് ഞാൻ 0 കൊടുത്താൽ എനിക്ക് അവിടെ 0 വരും. അതുകൊണ്ട് അവിടെ ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് എപ്പോഴും 1 ഞാൻ അസൈൻ ചെയ്യുള്ളൂ. മൾട്ട് അല്ലെങ്കിൽ മൾട്ടി ഈക്വൽ ടു 0 എന്ന് കൊടുക്കില്ല, ഞാൻ മൾട്ടി ഈക്വൽ ടു 1 എന്നേ കൊടുക്കത്തുള്ളൂ. എന്തുകൊണ്ടാ, ആ നമ്പർ എക്സാക്ട് 1നെ ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്കും ആ എക്സാക്ട് നമ്പർ തന്നെ കിട്ടുന്നത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അല്ലാതെ 0 കൊടുക്കുന്ന അവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 0 ഓൾ ടൈം 0 ആയി പോകും. ആണ് ഡിഫറൻസ്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ സെറ്റ് ദ കൗണ്ട് ഓഫ് ദ ഡേറ്റ വാല്യൂ ടു 0 ഉണ്ടോ. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, കൗണ്ടിന് 0 സെറ്റ് ചെയ്യുന്നു. ആദ്യം സമ്മിന് 0 അസൈൻ ചെയ്യുന്നു, കൗണ്ടിന് 0 അസൈൻ ചെയ്യുന്നു. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ആവറേജ് എടുക്കുന്നതുകൊണ്ടാണ് 2 വാല്യൂ എടുക്കുന്നത് കേട്ടോ. കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ആവറേജ് എടുക്കുമ്പോഴില്ലേ നമ്മൾ എപ്പോഴും എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നമ്മൾ എടുത്തിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, അല്ലെ?
ആദ്യം സം കണ്ടുപിടിക്കും, അത്രയും നമ്പേഴ്സിന്റെ സം എടുക്കും, എന്നിട്ട് ആ സമ്മിനെ നമ്മൾ കൗണ്ട് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. യെസ്. അപ്പൊ 10 നമ്പേഴ്സ് ഉണ്ട്, ആ 10 നമ്പേഴ്സിനെ നമ്മൾ എന്റെയും കൂടെ എല്ലാത്തിന്റെയും കൂടെ സം ആദ്യം കാണും. 250 ആണെന്ന് വിചാരിച്ചു. അപ്പൊ 250 ഡിവൈഡഡ് ബൈ 10 ചെയ്യും നമ്മൾ, അല്ലെ? അപ്പൊ കൗണ്ടും സമ്മും എന്താണെന്ന് മനസ്സിലായി. ഇനി അപ്പൊ നമുക്ക് സമ്മിനും അതും വാല്യൂ ആഡ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആവറേജ് to compute, as long as the data value exists, add the next data value to the sum and add 1 to the count. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വാല്യൂ എന്ത് ചെയ്തിരിക്കും, നെക്സ്റ്റ് ഡേറ്റ വാല്യൂവിനെ ആക്സസ് ചെയ്ത് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം ലാസ്റ്റ് ഡേറ്റ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ആവറേജും സം ആദ്യം എടുക്കും, അതിനുശേഷം ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ സം എടുത്ത് കഴിയുമ്പോൾ പിന്നീടാണ് ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സമ്മിനെ അല്ലെങ്കിൽ സമ്മ് കൊണ്ട് അത് ഡിവൈഡ് ചെയ്തെടുക്കും. അങ്ങനെ നമുക്ക് എക്സാക്ട് ആൻസർ കൗണ്ട് കിട്ടും. ഓക്കെ, അങ്ങനെ ആവറേജ് നമ്മൾ പ്രിന്റ് ചെയ്യും. ഇത്രയാണ് ആ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അൽഗോരിതത്തിൽ നമ്മൾ പറയുന്ന സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു സിമ്പിൾ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ടു ഫൈൻഡ് ദ ആവറേജ് ഓഫ് 20 and 30 മാനുവലി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം 20 + 30 50 ആണ്. 50/2 ചെയ്യും, 25 എന്ന് കിട്ടും. ഇതല്ല ചെയ്യുന്നത്, ഈ സാധനം തന്നെ നമ്മൾ ഒരു പ്രോഗ്രാമിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും സ്റ്റെപ്സ് എഴുതണമെന്ന് മാത്രം, ചെയ്യുമ്പോൾ ഇത്രയൊന്നും വേണ്ട. enter the first number, enter the second number, then sum calculate is equal to a plus b, പിന്നെ ആവറേജ് ഈക്വൽ ടു എന്ത് വരും, s ഡിവൈഡഡ് ബൈ 2. അത്രയും ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആവറേജ് കിട്ടും. ഓക്കെ, ഇനി റൈറ്റ് ദ കോഡ് ഫോർ ദ പ്രോബ്ലം. നെക്സ്റ്റ് കേസിൽ എന്താണ് പ്രോബ്ലത്തിന് കോഡ് റൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അൽഗോരിതം ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നോർമലി ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതെങ്കിലും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമിനെ അല്ലെ പ്രോബ്ലത്തിന് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോ റൈറ്റ് ദ കോഡ് ഫോർ ദ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താ, ഈ കോഡ് ഈ പ്രോബ്ലത്തിന് വേണ്ടി ഒരു കോഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. അപ്പൊ അൽഗോരിതം എഴുതി അൽഗോരിതത്തിന്റെ ബേസിസിൽ നമ്മൾ ആ പ്രോബ്ലത്തിന് വേണ്ടി ഒരു സെറ്റ് ഓഫ് കോഡുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. ഇനി ആ പ്രോബ്ലം നമ്മൾ ലാസ്റ്റ് എത്തുന്നതിന് മുമ്പ് കമ്പൈൽ ചെയ്യും. ഈ കോഡ് എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കമ്പൈലേഷൻ കൊടുക്കും. നമ്മളറിയാലോ, കമ്പൈലർ യൂസ് ചെയ്യും. കമ്പൈലർ യൂസ് ചെയ്തിട്ട് ആ പ്രോബ്ലത്തിന് ആ കോഡിനെ സെറ്റ് ചെയ്യും, അല്ലെ കമ്പൈൽ ചെയ്യും. അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, എന്നിട്ട് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് കൺവേർട്ടഡ്. കമ്പൈലേഷൻ എന്ന് പറയുന്ന സംഭവം തന്നെ അങ്ങനെയാണ്, കൺവേർട്ട് ദ പ്രോഗ്രാം കോഡ് ടു മെഷീൻ ലാംഗ്വേജ് ആണ് കേട്ടോ. എന്നിട്ട് ദെൻ വിച്ച് ഈസ് കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ഈ മെഷീൻ ലാംഗ്വേജിന് മാത്രമേ സിസ്റ്റത്തിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ യൂസർ ഡിഫൈൻഡ് ഡേറ്റ അങ്ങനെയൊന്നും അത് യൂസ് ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് അതിന് മനസ്സിലാവുന്ന ഭാഷയിൽ അത് കമ്പ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യും. അതിനുശേഷം അത് വീണ്ടും നമുക്കറിയാലോ ഇന്റർപ്രറ്റ് ചെയ്ത് നമുക്കത് ആക്സസ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ തരും. ഇതാണ് സംഭവിക്കുന്നത്. ഇനി സെറ്റ് ടെസ്റ്റ് ദ പ്രോഗ്രാം എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത്, അതായത് ഫസ്റ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് എറർ ചെക്കിംഗ് ആണ് മെയിൻലി. ഇത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് സിന്റാക്സ് ബേസ്ഡ് വരുന്ന സാധനം, രണ്ടെന്ന് പറയുന്നത് രണ്ടാമത് ടെസ്റ്റിംഗ് ഇൻവോൾവ് ചെക്കിംഗ് ഇറേഴ്സ് ബോത്ത് സിന്റാക്ടിക്കലി ആൻഡ് സെമാന്റിക്കലി. ദ ഇറേഴ്സ് ആർ കോൾഡ് ബഗ് എന്ന് പറയും. ടെസ്റ്റ് ദ പ്രോഗ്രാം കേട്ടോ. അതായത് നോർമലി നമ്മൾ സിന്റാക്ടിക്കലി ആൻഡ് സെമാന്റിക്കലി എന്ന് പറഞ്ഞാൽ സിന്റാക്സ് എറർ നോക്കും, അതുപോലെ റൺ ടൈം എറേഴ്സ് നമ്മൾ പറയും, അല്ലെങ്കിൽ കമ്പൈൽ ടൈം എറേഴ്സ് എന്ന് പറയും. കമ്പൈൽ ടൈം എറേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത സിന്റാക്സുകളിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ ഉടനെ സ്കാൻഎഫ് ശരിയല്ല, പ്രിന്റ് എഫ് ശരിയല്ല, ഡബിൾ കോഡ്സ് സെറ്റ് ആയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ സിന്റാക്സ് എറേഴ്സ് എന്ന് പറയും. അതിന് ഒരു സ്പെസിഫൈഡ് സിന്റാക്സ് ഉണ്ട്. ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കണമെങ്കിൽ പോലും ഒരു പ്രിന്റ് എഫ് കൊടുക്കണമെങ്കിൽ സിന്റാക്സ് ഉണ്ട്, സ്കാൻഎഫ് കൊടുക്കണമെങ്കിൽ സിന്റാക്സ് ഉണ്ട്, അല്ലെ? എല്ലാത്തിനും ഒരു സിന്റാക്സ് ഉണ്ട്. ഇപ്പൊ സെമിക്കോളം കൊടുക്കണമെങ്കിൽ അതുപോലെ ഒരു സിന്റാക്സ് ബേസിൽ വരുന്നതാണ്. ഇതൊന്നും കൊടുത്തില്ലെങ്കിൽ നമുക്ക് അവിടെ ഓൾറെഡി ഒരു ഒരു എറർ വരും. ഓക്കെ, അപ്പൊ ഈ ഇറേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്? ഇറേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബഗ്സ്. യെസ്, ബഗ്സ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് when the compiler find the bug, it prevent compiling the code from programming language to machine language. ഓക്കെ, അതിനുശേഷം എന്താ സംഭവിക്കുന്നത്, കമ്പൈലർ ഈ ബഗിനെ ഫൈൻഡ് ചെയ്യും, അതിനുശേഷം അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള കമ്പൈലേഷൻ കോഡ് എന്താണെന്ന് നമുക്ക് തരും, അതായത് ഇറേഴ്സ് ആയിട്ട് തരും. അതിന് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, അതിനെ വീണ്ടും റീചെക്ക് ചെയ്തിട്ട് അതിനെ മാറ്റണം, അല്ലെ? ഓക്കെ, ഇതാണ് നമ്മുടെ
ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അതിനുശേഷം ചെക്ക് ദ പ്രോഗ്രാം ബൈ പ്രൊവൈഡിങ് എ സെറ്റ് ഓഫ് ഡേറ്റ ഫോർ ടെസ്റ്റിംഗ്. ഓക്കെ, അവിടെ എന്ത് ചെയ്യുന്നു, പ്രോഗ്രാം ടെസ്റ്റ് ചെയ്യും, ലാസ്റ്റ് വീണ്ടും അഗെയിൻ ചെക്ക് ചെയ്യും അല്ലെ. നമ്മളിപ്പോ എറേഴ്സ് ഉണ്ടെങ്കിൽ ആ എറേഴ്സ് മാറ്റിയിട്ട് വീണ്ടും അഗെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും റീചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പൊ ആ റീചെക്ക് നോർമലി അതിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്ന വീണ്ടും ആ ഒരു കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യുന്നു. വീണ്ടും എറർ ഉണ്ടെങ്കിൽ വീണ്ടും എറർ കാണിക്കും. ഇല്ലാത്ത കണ്ടീഷൻ ആണെങ്കിൽ എന്താണ്, നോ പ്രോബ്ലം, അവിടെ നോർമൽ കേസിൽ അത് എറർ ഇല്ല. അപ്പൊ നേരെ ഔട്ട്പുട്ട് നമുക്ക് വരും, ഔട്ട്പുട്ട് വിൻഡോ വരും അല്ലെ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് പ്രോഗ്രാം, അതിലേക്ക് നമ്മൾ പോവാണ്. A program consists of a series of instructions that a computer processes to perform the required operation. ഒരു പ്രോഗ്രാം എന്താണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, പ്രോഗ്രാം എന്താണെന്ന് നമ്മൾ എന്താണെന്ന് മനസ്സിലായി അല്ലെ. ഒരു സീരീസ് ടാസ്കിന്റെ കോമ്പിനേഷൻ ആണ് അല്ലെ, ടാസ്കുകളാണ്. അപ്പൊ ഈ പ്രോഗ്രാം കൺസിസ്റ്റ് ഓഫ് സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് എ കമ്പ്യൂട്ടർ പ്രോസസ്സേഴ്സ് ടു പെർഫോം ഒരു റിക്വയർഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ പ്രോഗ്രാം എന്ന് വിളിക്കും. ഈ സെറ്റ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ നമ്മൾ പറയുമ്പോൾ ഇതിൽ രണ്ട് കേസ്, സോഫ്റ്റ്വെയറും നമ്മൾ ഹാർഡ്വെയറും രണ്ട് സൈഡ് പറയാനുണ്ട്. ഈ സെറ്റ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസുകളെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം സൈഡാണ് സോഫ്റ്റ്വെയർ. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ പ്രോഗ്രാംസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു സോഫ്റ്റ്വെയറിലായിരിക്കും അല്ലെ. ദ പ്രോസസ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, അതിന് നമ്മൾ പ്രോഗ്രാമിംഗ് എന്ന് പറയും. സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യുന്ന ആ പ്രോസസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഡെവലപ്പ് ചെയ്യുന്ന ആള് പ്രോഗ്രാമർ എന്നറിയപ്പെടും അല്ലെ. ശരിക്കും നമ്മൾ ഇതാണ് എക്സാക്ട് പ്രോഗ്രാമർ അല്ലെ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ പ്രോഗ്രാംസിന്റെ ജനറേഷൻ മാത്രമാണ് അല്ലെ. ഇനി in order to design a program, ഒരു പ്രോഗ്രാമർ must determine 3 basic requirements. അല്ലെ 3 basic requirements ആവശ്യമുണ്ട് ഒരു പ്രോഗ്രാമറിന്, ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നതിന്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യിക്കാനുള്ള അല്ലെ ഇൻസ്ട്രക്ഷൻസ് പെർഫോം ചെയ്യിക്കുന്ന. സെക്കൻഡ്, ഓർഡർ ഇൻ വിച്ച് ദോസ് ഇൻസ്ട്രക്ഷൻ ആർ ടു ബി പെർഫോംഡ്. ഓക്കെ, അത് ആ ഇൻസ്ട്രക്ഷൻസ് വല്ല രീതിയിലും അല്ലെങ്കിൽ പല വേയിൽ കൊടുത്താൽ പോരാ, എക്സാക്ട് അതിന്റെ ഒരു മെത്തേഡിൽ കൊടുക്കണം. ഞാൻ പറയട്ടെ, ഇപ്പൊ സമ്മ് ആവറേജ് എടുക്കാനുള്ളത് ആവറേജ് ആദ്യം കൊടുത്തിട്ട് സമ്മ് പിന്നെ കണ്ടാൽ മതിയോ? അല്ല, ആ സമ്മ് ഫസ്റ്റ് കാണണം, പിന്നെ സെക്കൻഡ്ലി നമ്മൾ എന്ത് എടുക്കണം, ആവറേജ് എടുക്കണം. ഇത് പ്രോപ്പർ വേയിൽ കൊടുത്താലാണ് നമുക്ക് എക്സാക്ട് ആൻസർ വരത്തുള്ളൂ. നമ്മൾ ആദ്യം ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നടക്കുമോ? ഇല്ല, സമ്മില്ലാതെ ആവറേജ് എടുക്കാൻ പറ്റില്ല. അതാണ് ഡേറ്റ റിക്വയർഡ് ടു പെർഫോം ദോസ് ഇൻസ്ട്രക്ഷൻ. അപ്പൊ ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ റിക്വയർമെന്റ്സുകളും എന്ത് ചെയ്യണം, അല്ലെ ഡേറ്റാസും അവിടെ ഇൻസ്ട്രക്ഷൻസ് വർക്ക് ചെയ്യുന്ന രീതിയിൽ കൊടുക്കാം. അപ്പൊ ഇത്രയുമാണ് അതിനകത്ത് മെയിൻ കേസസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മളോട് ഒരു സിമ്പിൾ പ്രോഗ്രാം തന്നിട്ടുണ്ട്, റൈറ്റ് എ പ്രോഗ്രാം ടു ആഡ് 2 നമ്പേഴ്സ് അല്ലെ. ഇതിന് നമുക്ക് സിംപിളി ഏതൊക്കെ സ്റ്റെപ്പിൽ നമുക്ക് ഇത് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇൻപുട്ട് 2 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യണം. ഓക്കെ, സെക്കൻഡ്ലി ഈ 2 നമ്പേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, തേർഡ് നമ്മൾ ആഡ് ചെയ്ത ആ നമ്പേഴ്സിന്റെ സമ്മിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. ഇത്രയേ ഉള്ളൂ, 3 അല്ലെങ്കിൽ 3 സ്റ്റെപ്സ് ഉള്ളൂ. ഓക്കെ, അപ്പോ ഇൻപുട്ട്, add 2 numbers, display the output. Okay. Calculate the sum of 2 numbers A and B are stored the sum in C. A, B എന്ന് പറയുന്ന 2 നമ്പേഴ്സ് ആണ്. C എന്ന് പറയുന്നത് രണ്ടും കൂടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് അല്ലെ, ഹോൾഡിംഗ് വേരിയബിൾ ആണ്. അത് രണ്ടും കൂടെ നമ്മൾ ഇൻപുട്ട് ആണ് എയും ബി. ഓക്കെ, അപ്പൊ അഡീഷൻ ഈസ് ദ പ്രോസസ്, സി ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദ പ്രോഗ്രാം. നമ്മൾ ഫസ്റ്റ് ഇതിന്റെ പ്രോസസ്സിംഗ് ഡേറ്റ എങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ പ്രോസസ്സിംഗ് എപ്പോഴും കാണിക്കുന്നത് ഈ റെക്ടാങ്കിളിലാണ്. അതുകൊണ്ട് നമ്മൾ ഇൻപുട്ട് എന്ന് കൊടുത്തിട്ട് എ, ബി എന്ന് കൊടുത്ത് 2 വേരിയബിൾ ആണ്. അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്, സിയിലേക്ക് ഈ എ പ്ലസ് ബിനെ ഹോൾഡ് ചെയ്ത് വെക്കണം അല്ലെ. അവിടെ ഓപ്പറേഷൻസിനോട് കൂടിയാണ് ആ എ പ്ലസ് ബിനെ കൊടുക്കുക. ആദ്യം നമ്മൾ എനെയും ബിനെയും ഡിക്ലെയർ ചെയ്തു, സെക്കൻഡ് സ്റ്റെപ്പിൽ സിയിലേക്ക് എയും ബിയും കൂടെ ആഡ് ചെയ്തു. അതിനുശേഷം വീണ്ടും സീനെ നമ്മൾ കോൾ ചെയ്തു. സിയിലാണ് ആൻസർ ഇപ്പൊ കിടക്കുന്നത്, അപ്പൊ നമ്മൾ സീനെ കോൾ ചെയ്തു. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നെക്സ്റ്റ് കേസിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രോഗ്രാം എന്താണ്? വാട്ട് ആർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രോഗ്രാം? എനി കമ്പ്യൂട്ടർ പ്രോഗ്രാം ഷുഡ് ഹാവ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ, ഷുഡ് ഹാവ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. എനി നമ്പർ ഓഫ്
any computer program should have the following characteristics. First one, accuracy. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ക്ലാരിറ്റി, മോഡുലാരിറ്റി, ഓക്കെ, അതുപോലെ പോർട്ടബിലിറ്റി, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു പ്രോഗ്രാമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈസി ആയിട്ട് അണ്ടർസ്റ്റുഡ് ചെയ്യണം. ഒന്ന്, ഫസ്റ്റ് ആക്യുറസി. കാൽക്കുലേഷൻസ് എപ്പോഴും എന്ത് ചെയ്തിരിക്കുന്നത് എന്തായിരിക്കും? കറക്റ്റ്, എക്സാക്ട്, ആക്യുറേറ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ ക്ലാരിറ്റി. ഇപ്പൊ ഓവറോൾ റീഡബിലിറ്റി, ആ പ്രോഗ്രാം ഫുള്ള് നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം. ഇപ്പൊ ഒരു പ്രോഗ്രാം എഴുതി വെച്ചിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഏത് പ്രോഗ്രാമാണ് അതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, അതിന്റെ ലോജിക്ക് നമുക്ക് മനസ്സിലാണ്. ഇപ്പൊ നമ്മുടെ കയ്യിലേക്ക് ഒരു പ്രോഗ്രാം തന്നിട്ട് ഇത് ഏത് പ്രോഗ്രാമാണെന്ന് പറയാൻ നമുക്ക് പറ്റണം. അപ്പൊ അതിന് നമ്മൾ ലോജിക് തിങ്കിങ് അതിനകത്ത് വേണം. ഈസിലി നമുക്കറിയാം അത്ര ഈസി ആയിട്ടുള്ള ഒരു ഇതല്ല. പെട്ടെന്ന് വലിയ ലോങ് പ്രോഗ്രാംസ് ഒക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ കോഡ് കാണുമ്പോൾ നമുക്ക് ഇറ്ററേഷൻസ് ഒക്കെ വരും, ലൂപ്പുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ബട്ട് അത് ക്ലാരിറ്റി ചെയ്ത് പഠിച്ചു വെക്കുക അതെന്താണ് നമ്മൾ ഒരു പ്രോഗ്രാം കാണുമ്പോൾ അതിന് ആ പ്രോഗ്രാമിലൂടെ അതെന്താണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. പിന്നെ മോഡുലാരിറ്റി എന്ന് പറയും. അതായത് ഡെവലപ്പിംഗ് എനി പ്രോഗ്രാം ദ ടാസ്ക് ഈസ് സബ് ഡിവൈഡ് ഇൻടു സെവറൽ മൊഡ്യൂൾ ആൻഡ് ടാസ്ക്. ഇപ്പൊ ഒരു വലിയൊരു കോംപ്ലക്സ് പ്രോഗ്രാം നമുക്ക് കിട്ടി. ഇപ്പൊ ഒരു എംപ്ലോയി ഡേറ്റ നമുക്ക് ചെയ്യണം, അതിൽ ഒരു സ്റ്റുഡന്റിന്റെ ഡേറ്റ എനിക്ക് ഡിസ്പ്ലേ ചെയ്യണം. ഞാൻ ഒറ്റയടിക്ക് മെയിനിൽ പോയി നിന്നിട്ട് എല്ലാ സ്റ്റുഡന്റിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സർവ്വ കാര്യങ്ങളും കൊടുത്ത് ചെയ്യാൻ നോക്കിയാൽ മൊത്തം എറേഴ്സ് ആയിരിക്കും നമുക്ക്, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ പ്രോഗ്രാമിനെ പല 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 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അന്നേരം നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുണ്ട് നമുക്ക് സിയിലൊക്കെ. മറ്റു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണെങ്കിൽ നമ്മൾ പറയും ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യാന്ന് നമ്മൾ പറയും. പക്ഷെ സിയിൽ ക്ലാസ് ഇല്ല. അപ്പൊ നോർമലി അതിനകത്ത് നമ്മൾ ചെയ്യുന്ന ഒരു സാധനമാണ് സ്ട്രക്ചർ. ഓക്കെ, ഈ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ പ്രോഗ്രാമിനെ പല പല പാർട്സുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്നിട്ട് ഓരോ പാർട്സിനെയും ഞാൻ എന്ത് ചെയ്യും? സോൾവ് ചെയ്തെടുക്കും. എനിക്കിപ്പോ ടോട്ടൽ മാർക്ക് ഒരു സ്റ്റുഡന്റിന്റെ ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ എനിക്ക് അതൊരു ടാസ്ക് ആണ് എന്റെ. അത് ഞാൻ ഒരു പാർട്ടിൽ ചെയ്യും. പിന്നെ എനിക്ക് നെയിമും ID, സ്റ്റുഡന്റിന്റെ IDയും പ്രിന്റ് ചെയ്യിക്കണം. ഞാനത് വേറൊരു ടാസ്ക് ആയിട്ട് എടുത്തിട്ട് അത് പ്രിന്റ് ചെയ്യിക്കും. ഇതിന് ഓരോ സ്ട്രക്ചർ യൂസ് ചെയ്യും. അല്ല നമ്മൾ മറ്റു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് അതിനെ ക്ലാസ് ഒബ്ജക്റ്റ് എന്നാണ് പറയുക. ക്ലാസ് ഒബ്ജക്റ്റ് അതാണ് പറയുന്നത്. അപ്പൊ അതാണ് നമ്മുടെ മോഡുലാരിറ്റി. അതിനുവേണ്ടി നമ്മൾ മൊഡ്യൂളുകൾ യൂസ് ചെയ്യും, സബ് ടാസ്കുകൾ യൂസ് ചെയ്യും. മനസ്സിലായല്ലോ? ഇതൊക്കെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ പ്രോഗ്രാം അല്ലെ ഓരോ ടാസ്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇനി പോർട്ടബിലിറ്റി എന്ന് പറയും. പോർട്ടബിലിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ എബിലിറ്റി ടു റൺ ദ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഓൺ ഡിഫറെന്റ് പ്ലാറ്റ്ഫോം. പോർട്ടബിലിറ്റി ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ പൈത്തൺ ലാംഗ്വേജിന്റെ ഒക്കെ കേസ് നമ്മൾ പറയാറുണ്ട് അത് എവിടെ കൊണ്ടിട്ടാലും എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്യും എന്ന് പറയാറുണ്ട്. അതാണ് പോർട്ടബിലിറ്റി. പോർട്ടബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എബിലിറ്റി ടു റൺ ദ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഓൺ ഡിഫറെന്റ് പ്ലാറ്റ്ഫോം. അതാണ് പോർട്ടബിലിറ്റി. ഇനി നെക്സ്റ്റ് ഫ്ലെക്സിബിലിറ്റി. അതായത് നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. പ്രോഗ്രാം എപ്പോഴും റിട്ടേൺ ചെയ്തിരിക്കുന്ന ഫ്ലെക്സിബിൾ ആയിട്ടായിരിക്കണം. അതായത് ദ പ്രോഗ്രാം ഷുഡ് ബി ഡെവലപ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഹാൻഡിൽ ദ മോസ്റ്റ് ഓഫ് ദ ചേഞ്ചസ് വിത്തൗട്ട് റീറൈറ്റിംഗ് ദ എൻ്റയർ പ്രോഗ്രാം. ഇപ്പൊ നമ്മൾ ഒരു പ്രോഗ്രാം എഴുതി അത് എനിക്ക് എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്താൻ ഞാൻ നോക്കുവാണ്. നമ്മൾ ഭയങ്കര ഒരു ഡിസ്കംഫർട്ടബിൾ ആയിട്ടോ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി ഇല്ലാതെയോ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടോ എഴുതാത്ത ഒരു പ്രോഗ്രാം ഒരിക്കലും റീകറക്റ്റ് ചെയ്യാൻ നമുക്ക് അത്ര ഈസി ആയിരിക്കില്ല. മനസ്സിലായല്ലോ? നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒരു എക്സാക്റ്റ് മെത്തേഡ് ആണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അതിനെ ചേഞ്ച് ചെയ്ത് അടുത്ത കോഡ് എഴുതാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല. അതാണ് പറയുന്നത്. റീറൈറ്റ് ചെയ്യുന്ന ആ പ്രോഗ്രാം റീറൈറ്റ് ചെയ്യാൻ പറ്റണം. എപ്പോഴും ഏത് പ്രോഗ്രാം എഴുതിയാമോ അങ്ങനെ എഴുതാൻ പാടുള്ളൂ. അതുപോലെ എഫിഷ്യൻസി എന്ന് പറയുന്നതാണ്. ഓക്കെ, അതായത് എപ്പോഴും ഇപ്പൊ ഒരു ഡേറ്റ ഹോൾഡ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു മെമ്മറി അലൊക്കേഷൻ കൊടുക്കുന്നുണ്ട്, ഒരു മെമ്മറി സ്പേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് എപ്പോഴും ദ മെമ്മറി ആൻഡ് പ്രോസസിംഗ് യൂണിറ്റ് ഷുഡ് ബി ദ ലീസ്റ്റ് എമൗണ്ട്. ദിസ് ഇസ് എഫിഷ്യൻസി ഓഫ് ദ പ്രോഗ്രാം. അതായത് മെമ്മറിയും പ്രോസസിംഗ് യൂണിറ്റുകൾ എപ്പോഴും ലീസ്റ്റ് എമൗണ്ട് ആയിരിക്കും. ഒരുപാട് വലിയ ഏരിയ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മളൊരു മാത്തമാറ്റിക്കലി ഒരു പ്രോബ്ലം നമ്മൾ എഴുതി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പേപ്പർ പോകുമെന്ന് വിചാരിക്കാം. അതുപോലെ അത്രയും സ്പേസ് പോലെ വേണ്ട. 2 വേരിയബിൾ കൊടുത്തു ഒരു പ്രോഗ്രാം റൺ ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര സ്പേസ് വേണം? 1, 3, 2 സെല്ലുകൾ മാത്രം മതി. അതാണ് എഫിഷ്യൻസി. മനസ്സിലായല്ലോ? പിന്നെ ജനറാലിറ്റി എന്ന് പറയും. ദ പ്രോഗ്രാം ഷുഡ് ബി ഇൻ എ ജനറൽ. സോ പ്രോഗ്രാം ഈസ് ഡെവലപ്ഡ് ഫോർ എ സ്പെസിഫിക് ടാസ്ക്. ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടി ഡെവലപ്പ് ചെയ്തായിരിക്കാം പ്രോഗ്രാം. അപ്പൊ അത് ജനറലൈസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. അല്ലാതെ വലിയ
ഒരു എന്താണ് മൊത്തത്തിൽ കിട്ടുന്ന രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ ആര് വന്നാലും ആ പ്രോഗ്രാം ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മള് ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ അല്ലെങ്കിൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യുവാണ്. അപ്പൊ ഏത് സൈഡ് നെഗറ്റീവ് നമ്പറിനെ കൊടുത്താലും പോസിറ്റീവ് നമ്പറിനെ കൊടുത്താലും എനിക്ക് അഡീഷൻ കിട്ടണം, സബ്ട്രാക്ഷൻ കിട്ടണം, മൾട്ടിപ്ലിക്കേഷൻ കിട്ടണം, എല്ലാം വർക്ക് ചെയ്യണം. അതാണ് ജനറാലിറ്റി. ഇപ്പൊ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. ഒരു പ്രോഗ്രാമർ ഞാൻ പറയുവാണ് പോസിറ്റീവ് ഇന്റീജർ മാത്രമാട്ടോ ഇതിനകത്ത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. ഓക്കെ, ദാറ്റ് ഇസ് നോട്ട് എ ജനറാലിറ്റി. അതൊരു ജനറാലിറ്റി അല്ല. ഒരു സ്പെസിഫിക് ടാസ്കിനെ നമ്മൾ ചെയ്യുമ്പോൾ ഏത് രീതിയിലും അതിനകത്തേക്ക് വാല്യൂ വരാം. അതിപ്പോ ഡിവിഷൻ ബൈ 0 ചെയ്തുകൊണ്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ അവിടെ എന്നാ വരണം, എന്ത് വരണം, അവിടെ മൈനസ് വാല്യൂ വന്നാൽ എന്ത് വരണം, അതൊരു എക്സാക്ട് ആൻസർ ആയിട്ട് നമുക്ക് ആ പ്രോഗ്രാമിൽ കൊടുക്കാൻ പറ്റണം. അതാണ് ജനറാലിറ്റി. ഏത് തരം വാല്യൂസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെയുള്ള ഡോക്യുമെന്റേഷൻ എന്ന് പറയും. എനി ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഡെവലപ്ഡ് ഷുഡ് ബി വെൽ ഡോക്യുമെന്റഡ്. അതായത് ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഡെവലപ്പർ ആൻഡ് ദ ഓതർ ദ പ്രോഗ്രാമേഴ്സ് കുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റുഡ് ദ കോൺസെപ്റ്റ് ബിഹൈൻഡ് ദിസ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയാറുണ്ട് സോഫ്റ്റ്വെയർ ആണ്, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട് നമുക്കറിയാം. അത് നോർമലി അത് ഡെവലപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാമല്ലോ, ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ഓതേഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്പെസിഫിക് ടാസ്കിലൂടെയാണ് അത് കോഡൊക്കെ എന്ത് ചെയ്യുന്നതാണ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ള ഒരു കോൺസെപ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ഡോക്യുമെന്റേഷൻസ് അല്ലെങ്കിൽ അതൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ദ പ്രോഗ്രാമേഴ്സ് കുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ബിഹൈൻഡ് ഇറ്റ്. അതിന് പുറകിലുള്ള ഒരു കോൺസെപ്റ്റ് അണ്ടർസ്റ്റുഡ് ചെയ്യാനായിട്ട് പ്രോഗ്രാമേഴ്സിന് സാധിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയുമാണ് അതിനകത്ത് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി പ്രോഗ്രാം ഡെവലപ്മെന്റ് സൈക്കിൾ എന്ന് പറയും കേട്ടോ. പ്രോഗ്രാം ഡെവലപ്മെന്റ് സൈക്കിൾ എന്ന് പറയും. എന്താ ഈ പ്രോഗ്രാം ഡെവലപ്മെന്റ് സൈക്കിൾ? എ പ്രോഗ്രാം ഹാസ് ടു ബി ബ്രോക്കൺ ഇൻ ടു എ സീരീസ് ഓഫ് സ്മോൾ സ്റ്റെപ്പ്. അതായത് പ്രോഗ്രാമിനെ നമ്മൾ സിമ്പിൾ സ്റ്റെപ്പുകളായിട്ട് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ ദീസ് സീരീസ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയായിരിക്കും, ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനും ഇൻഡിപെൻഡന്റ്. ഇപ്പൊ നമ്മൾ പൈത്തൺ പ്രോഗ്രാമിങ്ങിന് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു, ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നു. ഇതേ രീതിയിൽ നമുക്ക് സി പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല, അല്ലെ സി ഇട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സീരീസ് ആർ ഇൻഡിപെൻഡന്റ്. എപ്പോഴും അതിന് വേണ്ടി ഒരു കോഡ് കൊടുക്കുന്നത് പോലും അതിന്റെ സിന്റാക്സിൽ നമ്മൾ കൊടുക്കത്തുള്ളൂ, അല്ലെ? അപ്പൊ അതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. പ്രോഗ്രാമർ ഷുഡ് ഹാവ് വൈഡ് നോളജ് അബൌട്ട് ദ പ്രോബ്ലം ആൻഡ് വേ ടു സോൾവ് ഇറ്റ്. ഒരു പ്രോഗ്രാമിന് എപ്പോഴും ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, അത് എന്താണ് പ്രോഗ്രാം എന്നും അത് ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒരു എക്സാക്ട് ഐഡിയ ഉണ്ടായിരിക്കണം. അതുപോലെ ജനറലി എനി പ്രോബ്ലം സോൾവിംഗ് ഇൻവോൾവ്, ഒന്ന് ഡിഫൈനിങ് ദ പ്രോബ്ലം, രണ്ട് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം, തേർഡ് പ്രൊവൈഡിങ് ദ സൊല്യൂഷൻ. ഉണ്ടല്ലോ, ഒരു പ്രോബ്ലം ഡിഫൈൻ ചെയ്യുന്നു, ഒരു പ്രോബ്ലം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, സൊല്യൂഷൻ കൊടുക്കുന്നു, പ്രൊവൈഡിങ് ദ സൊല്യൂഷൻ കേട്ടോ. പ്രോഗ്രാം ഡെവലപ്മെന്റ് സൈക്കിൾ എന്ന് പറയും. പ്രോഗ്രാം ഡെവലപ്മെന്റ് സൈക്കിൾ ഇൻവോൾവ് എന്തൊക്കെയാണ്? പ്രോബ്ലം അനാലിസിസ് ഉണ്ട്, ഡിസൈൻ ഉണ്ട്, പിന്നെയുള്ള പ്രോഗ്രാം കോഡിംഗ് ഉണ്ട്, പ്രോഗ്രാം കമ്പൈലേഷൻ ആൻഡ് എക്സിക്യൂഷൻ ഉണ്ട്, പ്രോഗ്രാം ഡീബഗിംഗ് ഉണ്ട്, ടെസ്റ്റിംഗ് ഉണ്ട്, ഡോക്യുമെന്റേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം അനാലിസിസിൽ നമുക്കറിയാലോ, ഒരു പ്രോഗ്രാം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിനകത്തൊരു പ്രോഗ്രാം സൈക്കിൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ എന്നുള്ള ഒരു കേസാണ്. അപ്പൊ ആദ്യം നമ്മൾ ആ പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്യും, അതിനുശേഷം അതിനൊരു അൽഗോരിതം നമ്മൾ ഡിറ്റർമൈൻ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും, ഫ്ലോ ചാർട്ട് ഡെവലപ്പ് ചെയ്യും, കോഡ് ഉണ്ടാക്കും, അതിനുശേഷം കമ്പൈൽ ചെയ്യും, എക്സിക്യൂഷൻ ചെയ്യും, ഡീബഗിംഗ് ചെയ്യും, ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ദാറ്റ്സ് ഡോക്യുമെന്റേഷൻ ചെയ്യും. ഇത്രയാണ് നമ്മൾ അതിനകത്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രാം ഡെവലപ്മെന്റ് സൈക്കിളിൽ അതിനെ നമ്മൾ ഇങ്ങനെയാണ് വരച്ച് അതിനെ എക്സാക്ട്ലി വെക്കുന്നത്. കണ്ടല്ലോ, ഇത് നമ്മളത് എല്ലാ രീതിയിലും ഇങ്ങനെ തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത്. പ്രോബ്ലം അനാലിസിസ്, ഡിസൈൻ, അൽഗോരിതം, ഫ്ലോ ചാർട്ട്, പ്രോഗ്രാം കോഡിങ്, കമ്പൈലേഷൻ ആൻഡ് എക്സിക്യൂഷൻ, ഡീബഗിംഗ് ആൻഡ് ടെസ്റ്റിംഗ്, ഡോക്യുമെന്റേഷൻ. ക്ലിയർ? ഇതാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, ഇനി പ്രോഗ്രാം ഡെവലപ്മെന്റ് സൈക്കിളിൽ എന്തൊക്കെയാണ് നോക്കാം. ഇതിൽ നമ്മളിപ്പോ പറഞ്ഞ സ്റ്റെപ്പുകളെല്ലാം ആണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. പ്രോബ്ലം അനാലിസിസ്, അത് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ, പ്രോബ്ലം അനലൈസ് ചെയ്യുന്ന ടെക്നിക്കാണിത്. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് പറയുന്നത് അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേരിയസ് സൊല്യൂഷൻസ് ഉണ്ടാവും ആ പ്രോബ്ലത്തിന്. പിന്നെ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയും. അത് സെറ്റ് ഓഫ് സൊല്യൂഷൻ നമുക്ക് പല രീതിയിൽ, ഇപ്പൊ നമ്മൾ ഒരു 10 നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ എഴുതിയിട്ട് ഒരു പ്രോബ്ലം തന്നെ കൊടുത്താൽ എന്താണ് അത് ഈ എടുക്കുന്ന അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആളുകൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല ചെയ്യുന്നത്, പല രീതിയിലായിരിക്കും അവരുടെ ഐഡിയ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ,
ഇനി ഡിസൈൻ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് ഡെവലപ്മെന്റ്, അതാണ് രണ്ടാമത്തെ ടാസ്ക്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അൽഗോരിതം ഫ്ലോ ചാർട്ടും ഡെവലപ്പ് ചെയ്യുക. അപ്പൊ നമ്മൾ എഴുതുന്നതിനനുസരിച്ചാണ് നമ്മൾ അൽഗോരിതം. ഈ അൽഗോരിതത്തിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫ്ലോ ചാർട്ടും സ്യൂഡോ കോഡും. അതിന് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഉള്ളത് PDL എന്ന് പറയും, പ്രോഗ്രാം ഡിസൈൻ ലാംഗ്വേജ് എന്നാണ് പറയാ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാസ്ക് സ്റ്റാൻഡേർഡുകളൊന്നും ഇല്ലാതെ നമ്മൾ സ്റ്റേറ്റ്മെന്റുകൾ ചുമ്മാ എഴുതുന്ന ആ ഒരു ടെക്നിക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്യൂഡോ കോഡ് എന്ന് പറയും. അതിനെ PDL. PDL എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് സ്യൂഡോ കോഡ് ഉപയോഗിച്ചിട്ട്. അത് പറയാം ഞാൻ എന്താണെന്നുള്ളത്. അപ്പൊ ഇതിൽ പ്രോഗ്രാം കോഡിങ് എന്താണെന്ന് നോക്കാം. പ്രോഗ്രാം കോഡിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾക്ക് കിട്ടിയ സ്റ്റേറ്റ്മെന്റിനനുസരിച്ചുള്ള ഒരു കോഡ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നു. അതാണ് പ്രോഗ്രാം കോഡിങ്. എങ്ങനെ പറയാം, ദ പ്രോസസ് ഓഫ് ട്രാൻസ്ലേറ്റിംഗ് ദ അൽഗോരിതം ഓർ ഫ്ലോ ചാർട്ട് ഇൻടു എക്സാക്ട് ഇൻസ്ട്രക്ഷൻ. അതായത് ഒരു അൽഗോരിതത്തിനെയോ അല്ലെ ഫ്ലോ ചാർട്ടിനെയോ എക്സാക്ട് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കോഡ് ചെയ്തെടുക്കുന്നു. മനസ്സിലായല്ലോ? അങ്ങനെ പ്രോഗ്രാം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. അതിനെയാണ് പ്രോഗ്രാം കോഡിംഗ് എന്ന് പറയുന്നത്. പ്രോഗ്രാം കമ്പൈലേഷൻ ആൻഡ് എക്സിക്യൂഷൻ. കമ്പൈൽ ചെയ്യുക, എക്സിക്യൂഷൻ ചെയ്യുക. ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് കമ്പൈലേഷനിൽ എറർ ഒക്കർ ചെയ്യുന്നില്ല എങ്കിൽ ആ പ്രോഗ്രാം സക്സസ്ഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും എന്നാണ് അർത്ഥം. എറേഴ്സ് ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല, അല്ലെ ചെയ്യില്ല എന്നാണ് അർത്ഥം. എക്സാക്ട് ആൻസർ കിട്ടില്ല. അടുത്ത ഫിഫ്ത്ത് സ്റ്റെപ്പ് ഈസ് പ്രോഗ്രാം ഡീബഗിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ആണ്. ഇതെന്ന് പറയുന്ന ബഗ് എന്താന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. എറേഴ്സിനെയാണ് ബഗ് എന്ന് പറയുക. എറേഴ്സ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ആസ് ഫോളോസ്. എന്തൊക്കെയാ? സിന്റാക്സ് എറേഴ്സ് ഉണ്ട്, പ്രോഗ്രാം ഡസ് നോട്ട് കമ്പൈൽ, മിസ്സിംഗ് ബ്രാക്കറ്റ്, അതുപോലെ ബാഡ് പങ്ക്ച്വേഷൻ മാർക്ക് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരാം? സിന്റാക്സ് എറേഴ്സ് വരാം. റൺ ടൈം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സൈഡിൽ കൊടുക്കുമ്പോൾ റൺ ടൈം എറേഴ്സ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ പ്രോഗ്രാം ഡസ് നോട്ട് കമ്പൈൽ, മിസ്സിംഗ് ബ്രാക്കറ്റ്, അല്ലെ, ബാഡ് പങ്ക്ച്വേഷൻ മാർക്ക്, ഇതൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ റൺ ടൈം എറേഴ്സ് ആണ് വരും. എക്സാമ്പിൾ, ഇപ്പൊ പ്രോഗ്രാം ക്രാഷസ്, ചെക്ക് ഇൻപുട്ട് ഡേറ്റ, ലോജിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ. ഇപ്പം പ്രോഗ്രാം റൺസ് ആൻഡ് ഗീവ് റോങ് ഔട്ട്പുട്ട്. അതിൽ പല കേസിലും നമ്മൾ കൊടുക്കുമ്പോൾ അതിന് റോങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഒക്കെ വന്നിട്ട് വരുന്നത് എന്ന് വെച്ചാൽ ലോജിക്കൽ ഔട്ട്പുട്ട്. ഇപ്പൊ നമ്മൾ 5/0 എന്ന് പറയുന്ന ഒരു എക്സാക്ട് ഒരു സാധനം കാൽക്കുലേഷനിൽ കൊടുക്കുക. അപ്പൊ നമുക്കറിയാം അവിടെ ഷുവർ ആയിട്ടും എന്താണ് അതിന്റെ എക്സാക്ട് വാല്യൂ എന്ന് പറയുന്ന ഇൻകറക്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് അവിടെ ഡെവലപ്പ് ആയത്, അല്ലെ? ഇപ്പൊ 0 കൊണ്ട് ഒരിക്കലും നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്കത് എറർ ആയിട്ട് കാണിക്കും, 0 എറർ എന്ന് പറഞ്ഞ് കാണിക്കുന്നു. ഓക്കെ, അതാണ് ശരിക്കും അതിനകത്ത് നമ്മൾ പറയുന്നത്. പിന്നെ ഡോക്യുമെന്റേഷൻ ഇപ്പൊ പറഞ്ഞല്ലോ, അതായത് ഇറേഴ്സിൽ നിന്ന് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന ലാസ്റ്റത്തെ കിട്ടുന്ന ആ ഒരു ഡോക്യുമെന്റ്സിനെയാണ് നമ്മൾ ഡോക്യുമെന്റേഷൻ. അത് മാനുവലി നമുക്ക് പ്രോഗ്രാം നോർമലി നമുക്ക് എറർ ഒന്നും കൂടാതെ ഇരിക്കുന്ന ആ പ്രോഗ്രാമിനെ നമുക്ക് ഡോക്യുമെന്റേഷൻ എന്ന് പറയും. അതായത് ഇതിനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത് എളുപ്പമായിരിക്കും, നല്ല ഈസി ആയിരിക്കും. അത്രേ ഉള്ളൂ സംഭവം. എറേഴ്സ് ഒക്കെ വന്നിട്ട് നമ്മൾ എടുക്കുന്നേക്കാൾ എററൊക്കെ കളഞ്ഞ് ഡോക്യുമെന്റേഷനിൽ എടുത്ത് പിന്നെ നമുക്ക് കിട്ടുന്നതാണ് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്ന ടേമിലൂടെ നമ്മൾ പറയും. ഓക്കെ, അപ്പൊ algorithms എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ algorithms are one of the most basic tool that are used to develop the problem solving logic. Logically എന്താണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ടെക്നിക്കുകളെ അല്ലെങ്കിൽ ടൂൾസിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് വിളിക്കാം. അൽഗോരിതത്തിന് നമ്മൾ ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് എക്സ്പ്ലിസിറ്റ് ഇൻസ്ട്രക്ഷൻസ് എന്ന് വിളിക്കാം. that can be provided with a set of input values, produces and output values. കേട്ടോ, അൽഗോരിതത്തിൽ after a finite number of steps solution of the problem is achieved. ഇവിടെ എന്നാ പറഞ്ഞിരിക്കുന്നത്? ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ് അൽഗോരിതത്തിലുണ്ട്, അതിൽ സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം ഈസ് അച്ചീവ്, അല്ലെ? അതുപോലെ അൽഗോരിതം ക്യാൻ ഹാവ് സ്റ്റെപ്പ് ദാറ്റ് റിപ്പീറ്റ് ഓർ റിക്വയർ ഡിസിഷൻസ് അണ്ടിൽ ദ ടാസ്ക് ഈസ് കംപ്ലീറ്റ്. അപ്പൊ അൽഗോരിതത്തിൽ എപ്പോഴും അതിന് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഇറ്ററേറ്റ് ചെയ്യുക എന്ന് നമ്മൾ പറയും. ലൂപ്പ് കൊടുത്താൽ നമുക്കറിയാം ഒരു ആദ്യം ഒരു വാല്യൂ എടുക്കും, പിന്നെ രണ്ടാമതൊരു വാല്യൂ എടുക്കും, പിന്നെ മൂന്നാമതൊരു വാല്യൂ എടുക്കും, അങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ ഇത് വർക്ക് ചെയ്യും, അല്ലെ? അതിനെ നമ്മൾ ഇറ്ററേറ്റ് ചെയ്യുക എന്നാണ് പറയുക. അപ്പൊ ഒരു ചില ഡിസിഷൻസ് ഇപ്പൊ നമ്മളൊരു 3 നമ്പേഴ്സിൽ ഏതാണ് ഗ്രേറ്റർ നമ്പർ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. നമ്മൾ ഒന്ന് ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും ചെക്ക് ചെയ്യും, സെക്കൻഡ് നമ്പറും തേർഡ് നമ്പറും ചെക്ക് ചെയ്യും, അല്ലെ? ഓക്കെ, തേർഡ് നമ്പർ ഫസ്റ്റ് നമ്പർ ചെക്ക് ചെയ്യും, അല്ലെ? തേർഡ് നമ്പർ ഫസ്റ്റ് നമ്പർ ചെക്ക് ചെയ്യും. ഇങ്ങനെ നമ്മൾ ഒരു 3 വേയിലാണ് അതിനെ നമ്മൾ എക്സാക്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇവിടെ ചെക്കിംഗ് കണ്ടീഷൻ അല്ലെ ഇറ്ററേഷൻ എന്ന് പറയുന്നത് 3 ടൈംസ് നടക്കും. എന്നിട്ട് അതിനകത്ത് റിക്വയർഡ് ഇൻഫർമേഷൻ ഏതാണ് അല്ലെ അതിനെ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൽ ഏതാണോ ഗ്രേറ്റർ നമ്പർ നമുക്ക് ആക്സസ് ചെയ്ത്. അപ്പൊ ഇങ്ങനെ ഒരു ടാസ്കിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ അവിടെ അൽഗോരിതം തന്നിട്ടുണ്ട്. ടു ഡിറ്റർമൈൻ ദ ലാർജസ്റ്റ് നമ്പർ ഔട്ട് ഓഫ് 3 നമ്പേഴ്സ് ABC. ഇപ്പൊ ഞാൻ പറഞ്ഞ കേസ് തന്നെ എയും ബിയും സി എന്ന് പറയുന്ന 3 നമ്പേഴ്സ് ഉണ്ട്, അതിൽ ലാർജസ്റ്റ് നമ്പറിനെ എടുക്കാനാണ്. അപ്പോൾ നോർമലി സ്റ്റെപ്പ് 1 നമ്മൾ സ്റ്റാർട്ട് അൽഗോരിതം എഴുതുമ്പോൾ എപ്പോഴും ആദ്യം ഫസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കണം. സെക്കൻഡ് സ്റ്റെപ്പിൽ ഇപ്പൊ 3 നമ്പേഴ്സിന്റെ ലാർജസ്റ്റ് നമ്പർ എടുക്കണം. അപ്പം
റീഡ് ത്രീ നമ്പേഴ്സ് ഏതൊക്കെ, അതിന് നമുക്ക് പേര് കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, XYZ എന്നോ ABC എന്നോ PQR എന്നോ എന്ത് വേണേലും കൊടുക്കാം. തേർഡ് സ്റ്റെപ്പില് ലാർജർ നമ്പർ കണ്ടുപിടിക്കുക, ഫൈൻഡ് ദ ലാർജർ നമ്പർ ബിറ്റ്വീൻ A and B, അങ്ങനെ തന്നെ കൊടുക്കണം. എന്നിട്ട് ഇത് ഒരു ടെമ്പററി വേരിയബിളിലേക്ക് ഹോൾഡ് ചെയ്യണം. ഓക്കെ, അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് മാക്സ് AB. ഏതാണ് മാക്സ് AB എന്ന് പറയുന്ന വേരിയബിൾ ആണ് അവിടെ അവിടെ ഈ യൂസ്. ടെമ്പററി വേരിയബിളിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിൽ നമുക്ക് ഫൈൻഡ് ദ ലാർജർ നമ്പർ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ ഈ കമ്പാരിസൺ ചെയ്തിട്ട് ഈ ടെമ്പററി വേരിയബിൾ അല്ലെങ്കിൽ അത് ഒരു മാക്സ് AB, അതായത് അതിനകത്ത് ഒരു മാക്സിമം എടുക്കൂല ഒരു വാല്യൂ, അതെന്ന് അർത്ഥമുള്ളൂ. ഇപ്പം ചില കേസിലൊക്കെ നമ്മൾ ഈ സ്വാപ്പ് ചെയ്യുന്ന അങ്ങനെയൊക്കെ ടെക്നിക്ക് വരുമ്പോഴത്തേക്കും നമ്മളത് എന്ത് ചെയ്യും, ഒരു വാല്യൂലേക്ക് കൊണ്ട് ഹോൾഡ് ചെയ്തു. ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, 10ഉം 15ഉം ഉണ്ട്, അപ്പൊ എനിക്ക് B ആ വലുത്, അപ്പൊ ആ B ഞാൻ എടുക്കും. AB മാക്സിമം ഒരെണ്ണം AB എടുക്കും, B ആണെങ്കിൽ B എടുക്കും മാക്സിമം, അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ബിനെ വെച്ചിട്ട് നമ്മൾ സിയുമായിട്ട് ചെക്ക് ചെയ്യും. അപ്പം ബിയും സിയും കൂടെ ചെക്ക് ചെയ്യുമ്പോൾ ശരിക്കും മാക്സിമം AB, അതായത് ABയിൽ നിന്ന് കിട്ടിയ മാക്സിമവും സിയിലെ വാല്യൂ തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നിന്ന് ഒരു മാക്സിമം കിട്ടും. ആ മാക്സിമം കിട്ടിക്കഴിഞ്ഞാൽ അതായിരിക്കും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് സ്റ്റോപ്പ് എടുത്ത് അത് ക്ലോസ് ചെയ്യും. ക്ലിയർ ആയല്ലോ? അപ്പൊ the above statement is measured using algorithm terminate after 6 step. അതായത് ഒരു 6 സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേക്കും അത് ഏകദേശം ടെർമിനേറ്റ് ചെയ്യും. അതുപോലെ ഇതിനകത്തുനിന്ന് നമുക്ക് കറക്റ്റ് എക്സാക്ട് ഒരു എന്താണ് ആൻസർ നമുക്ക് ഫോളോ ചെയ്ത് കിട്ടും. അപ്പൊ ഇങ്ങനെ ഒരു എക്സാക്ട് കോഡ് 6 സ്റ്റെപ്പ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നതിനനുസരിച്ച് ഇത് കാണിക്കുന്നതേ ഉള്ളൂ. അല്ലാത്ത കേസിൽ ഇത് നമ്മൾ ഇത്രയും നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സിസ്റ്റത്തിൽ ജസ്റ്റ് സ്റ്റെപ്പ് ഇത്രയും നമ്മൾ പ്രോഗ്രാം സെറ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ആ എക്സാക്ട് ആൻസർ ഒരു അപ്പോൾ തന്നെ നമുക്ക് കമ്പയർ റൺ ചെയ്യുന്ന സമയത്ത് തന്നെ കിട്ടും. അറിയാലോ? അപ്പൊ ഇതാണ് ഒറിജിനലി ഇത് നമ്മൾ കൊടുക്കുന്നതുകൊണ്ടുള്ള ഒരു കേസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ ഇത്രയും കൊണ്ട് ഇന്ന് നിർത്താം, സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ, ബൈ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതിനകത്ത് വിശ്വ? ഇല്ല. ഓക്കെ, ബൈ. ഓക്കെ, ബൈ.